കർത്താവിന്റെ മഹത്വമുള്ള നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹ വന്ദനം അറിയിക്കുന്നു. ഗിഹോൻ തിയോളജിക്കൽ സെമിനാരിയിലൂടെ കർത്താവിന്റെ വചനം പഠിക്കുവാൻ കർത്താവ് ഒരുക്കിയ ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മളെ ഇടയ ലേഖനത്തിന്റെ 3-ാമത്തെ അധ്യായമായിരുന്നു ചിന്തിച്ചത്. 3-ാമത്തെ സഭയുടെ നിരയിലുള്ള ഇടയന്മാരുടെയും ശുശ്രൂഷകന്മാരുടെയും വ്യക്തിത്വം, സാക്ഷ്യജീവിതം, അവരുടെ കാര്യക്ഷമത, ഇവയെപ്പറ്റിയെല്ലാം പ്രതിപാദിക്കുന്ന ഭാഗമാണ്. അതിൽ നാം 1-2 യോഗ്യതകൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചതായിരുന്നു. ഒന്നാമതായി, ഇടയൻ നിരപവാദ്യനായിരിക്കണം. അപവാദങ്ങൾക്ക് അതീതനായിരിക്കണം. ഒരു ഇടയനെ കുറിച്ച് അപവാദങ്ങൾ ഉണ്ടാകുവാൻ പാടില്ല. സംശയാസ്പദമായ കിംവദന്തികളോ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ചുള്ള പ്രചാരണങ്ങളോ ദോഷകരമായ പ്രചാരണങ്ങളോ ഒന്നും സംഭവിക്കാതെ ഒരു അധ്യക്ഷൻ അല്ലെങ്കിൽ ഒരു ഇടയൻ അല്ലെങ്കിൽ ഒരു പാസ്റ്റർ തന്റെ ജീവിതത്തെ സൂക്ഷിക്കണം. ആരോപണങ്ങളും അപവാദങ്ങളും ഉണ്ടാകുവാൻ പാടില്ല. അപ്പൊ അതിനനുസരിച്ചുള്ള ജീവിത ക്രമീകരണം ഉള്ള വ്യക്തി മാത്രമേ ഒരു ഇടയ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാവൂ. ഒരുപക്ഷെ തെറ്റിദ്ധാരണ മൂലം ചില ആളുകൾ അപവാദങ്ങൾ പറഞ്ഞു പരത്തിയെന്ന് വരും. അത് മറ്റൊരു വസ്തുതയാണ്. എന്നാൽ ചില പ്രത്യേകമായ സാഹചര്യങ്ങളിൽ തെറ്റായ ചില നിലപാടുകൾ എടുക്കുന്നത് കൊണ്ട് അപവാദങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപവാദം എന്ന് പറയുന്നത് തെറ്റായ കാര്യം മാത്രമാകണമെന്നില്ല. അതുകൊണ്ട് എത്രമാത്രം ജീവിതത്തെ സൂക്ഷിക്കുന്നവനായിരിക്കണം ഒരു ലീഡർ, ഒരു സഭയുടെ നേതൃനിരയിൽ ഉള്ള വ്യക്തി എന്ന് നമുക്ക് ഈ ഭാഗത്തുനിന്ന് മനസ്സിലാക്കാം. നിർഭാഗ്യവശാൽ ഇന്ന് പലപ്പോഴും വളരെ ചുരുക്കം ചില ആളുകൾ മാത്രമേ അപവാദങ്ങൾക്ക് അതീതരായിട്ടുള്ളൂ. പലവിധമായിട്ടുള്ള അപവാദങ്ങൾ, കുറ്റാരോപണങ്ങൾ ഒക്കെ ലീഡർഷിപ്പിലുള്ള ആളുകൾക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. അതിൽ മിക്ക കാര്യങ്ങളും അതിനകത്തൊക്കെ കുറെ വാസ്തവങ്ങളും ഉണ്ട്. പണപരമായ കാര്യങ്ങളായാലും അധികാര മോഹം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളായാലും അല്ലാതെയുള്ള മറ്റ് ഇടപാടുകളായാലും ഒക്കെ തെറ്റായ നിലയിൽ പോയി കഴിയുമ്പോൾ അപവാദമുണ്ടാകും. അങ്ങനെ ജീവിതത്തെ നിർമ്മലതയോടെ സൂക്ഷിക്കുവാൻ കഴിയാത്ത ഒരു വ്യക്തിക്ക് സഭയുടെ നേതൃത്വം കൊടുക്കുവാനുള്ള പ്രാഗൽഭ്യം നഷ്ടപ്പെടുകയാണ്. അപ്പൊ നമ്മെ സംബന്ധിച്ച് നാം ഒരു ലീഡർഷിപ്പിലേക്ക് വരുമ്പോൾ നമ്മുടെ ജീവിതത്തെ സൂക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം കൂടുകയാണ്. അപവാദങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കുന്ന വ്യക്തി ആയിരിക്കണം. അപവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തിയും ആകുവാൻ പാടില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വസ്തുത, ഭാര്യയോട് വിശ്വസ്തത പുലർത്തുന്നവനായിരിക്കണം. അതായത് ഏക ഭാര്യയുടെ ഭർത്താവ് ആയിരിക്കണം. അപ്പൊ വിവാഹബന്ധം സംബന്ധിച്ചിട്ട് ഉള്ള പ്രധാനപ്പെട്ട നിർദ്ദേശം ഏക ഭാര്യയുടെ ഭർത്താവായിരിക്കണം.
അതായത് അക്കാലത്തുണ്ടായിരുന്ന വിജാതീയരുടെ രീതി അനുസരിച്ച് മറ്റ് സ്ത്രീകളുമായി ായിട്ടുള്ള അധാർമികമായ ബന്ധത്തിൽ ഏർപ്പെടുന്ന വ്യക്തികളാകരുത്. ബഹുഭാര്യ ഉണ്ടാകുവാൻ പാടില്ല. അതുകൊണ്ട് ഏകഭാര്യത്വം എന്നുള്ള ആ ഒരു കാര്യമാണ് ഇടയനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്നാൽ ഭാര്യ മരിച്ചുപോയ വ്യക്തികൾ പുനർവിവാഹം കഴിക്കുന്നതിനെ ദൈവവചനം വിലക്കുന്നില്ല. ഭർത്താവ് മരിച്ചുപോയ വ്യക്തികൾ പുനർവിവാഹം ചെയ്യുന്നതിനെ വിലക്കുന്നില്ല. എന്നാൽ ഒരു ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിയമപരമായി വിവാഹമോചനം നേടിയതാണെങ്കിൽ മറ്റൊരു വിവാഹം കഴിക്കുന്നതിന് ഭാരതത്തിന്റെ ഭരണഘടന നിയമം അനുവദിക്കുന്നു. നിയമപരമായിട്ട് അതിന് യാതൊരു പ്രശ്നവുമില്ല. നിയമപരമായി വിവാഹമോചനം നേടിയതാണെങ്കിൽ, ലീഗലി ഡിവോഴ്സ് ആണെങ്കിൽ മറ്റൊരു വിവാഹം കഴിക്കാം. അതിന് സഭയും എതിരല്ല. നിയമപരമായിട്ടുള്ള ഒരു ലീഗൽ വസ്തുതയായതുകൊണ്ട് അതിനെതിരല്ല. എന്നാൽ അങ്ങനെയുള്ള വ്യക്തികൾ ഭാര്യ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിയമപരമായി വിവാഹമോചനം നേടിയ ശേഷം മറ്റൊരു വിവാഹം കഴിച്ച വ്യക്തിയാണെങ്കിൽ അവരെ സഭയിൽ അംഗീകരിക്കാം, സഭയിൽ വിശ്വാസികളായി സ്വീകരിക്കാം, അവർക്ക് തിരുവത്താഴം കൊടുക്കാം, അവർക്ക് സാക്ഷ്യം പറയാം. ഇതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ അങ്ങനെയുള്ള വ്യക്തികൾ ലീഡർഷിപ്പിലേക്ക് വരുന്നതിനെ സഭ പ്രോത്സാഹിപ്പിക്കുന്നില്ല. കഴിവതും അങ്ങനെയുള്ള സാഹചര്യങ്ങളെ ഒഴിവാക്കുകയാണ് നല്ല കാര്യം. അവരെന്തോ മഹാപാപം ചെയ്തു എന്നുള്ളത് കൊണ്ടല്ല. കുടുംബജീവിതത്തിന്റെ താളപ്പിഴകളും തകർച്ചകളും ഒക്കെ നേരിടുന്ന ഒരു വ്യക്തിക്ക് ഒരു സമൂഹത്തെ പരിപാലിക്കുവാനോ നിയന്ത്രിക്കുവാനോ ഉള്ള ധാർമ്മികമായ ഒരു മോറലായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുവാനായിട്ട് കഴിയത്തില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള വ്യക്തികൾ സഭാ ലീഡർഷിപ്പിൽ നിന്നും മാറി നിൽക്കുന്നതാണ് നല്ലത്. എനിക്ക് എൻ്റെ ഒരു അറിയുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന്റെ വിവാഹം കഴിഞ്ഞ് ശുശ്രൂഷയിലായിരിക്കുമ്പോൾ തന്നെയാണ് വിവാഹം കഴിയുന്നത്. വിവാഹം കഴിഞ്ഞു, 2 കുട്ടികളുണ്ട്. ഇന്ന് അവര് വിദേശത്ത് പഠിക്കുകയാണ്. പക്ഷെ കുടുംബജീവിതത്തിൽ പൊരുത്തപ്പെട്ടു പോകുവാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ അവർക്ക് 2 ഭവനങ്ങളിൽ താമസിക്കേണ്ടി വന്നു. 2 ഭവനങ്ങളിൽ താമസിക്കുകയും സഭാ ശുശ്രൂഷയിൽ നിന്ന് കുറച്ചു കാലത്തേക്ക് മാറി നിൽക്കേണ്ട സാഹചര്യമുണ്ടായി. എന്നാൽ അദ്ദേഹത്തിന്റെ വിശദീകരണം അനുസരിച്ച് അദ്ദേഹം തെറ്റുകാരനല്ല, അവളായിരുന്നു തെറ്റുകാരി എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായിരുന്നാലും അവര് വേർപെട്ട് ജീവിക്കുകയാണ്. അങ്ങനെ ഒരു ശുശ്രൂഷ രംഗത്ത് അദ്ദേഹം നിൽക്കുമ്പോൾ മറ്റൊരു പെൺകുട്ടിയെ കാണുകയും അവരുമായി വിവാഹം കഴിക്കുകയും ചെയ്തു. സ്വതന്ത്രമായിട്ടുള്ള ഒരു സഭയിൽ വെച്ചാണ് വിവാഹം കഴിക്കുന്നത്. ഇന്ന് ആ പെൺകുട്ടി മറ്റൊരു ജോലി ചെയ്ത് അവരുടെ നാട്ടിൽ താമസിക്കുകയും ഈ 2 കുട്ടികൾ ഇദ്ദേഹത്തിന്റെ സംരക്ഷണയിൽ പഠനത്തിന് വേണ്ടി പോയിരിക്കുകയും അപ്പൊ 2ാമത്തെ ഒരു ഭാര്യയുമായിട്ട് അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു. പക്ഷെ പ്രശ്നം അതല്ല, അദ്ദേഹം ഇന്നൊരു ചർച്ചിന്റെ ലീഡറും കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യം അദ്ദേഹത്തിന് ശുശ്രൂഷയിൽ നിന്ന് മാറി നിൽക്കുവാൻ കഴിയത്തില്ല. ജീവിതത്തിന്റെ സാഹചര്യം അങ്ങനെ കൊണ്ട് എത്തിച്ചതാണ്. സ്വതന്ത്രമായി നിൽക്കുകയായതുകൊണ്ട്, അല്ലെങ്കിൽ സ്വന്തമായി സഭ തുടങ്ങിയതായതുകൊണ്ട് അതൊക്കെ നടക്കും. പക്ഷെ ദൈവത്തിന്റെ വചനം അങ്ങനെയുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അത് ഒരു തെറ്റായ ട്രാക്കിലൂടെയുള്ള ഒരു ശുശ്രൂഷ വേദിയാണ്.
അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. പുനർവിവാഹം ഒരിക്കലും തെറ്റല്ല, പക്ഷെ അതിന് ദൈവവചനം അനുവദിക്കുന്ന ചില രീതികളുണ്ട്. അങ്ങനെയുള്ള വ്യക്തികൾ നിയമപരമായി വേർപെട്ടവരാണെങ്കിൽ പോലും ദൈവവചന പ്രകാരം ശുശ്രൂഷാരംഗങ്ങളിലേക്ക്, ലീഡർഷിപ്പിലേക്കൊക്കെ വരുന്നതിനെ ദൈവവചനം പ്രോത്സാഹിപ്പിക്കുന്നില്ല. അരുത് എന്ന് ഞാൻ പറയുകയല്ല, പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതുകൊണ്ട് അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന സമീപനമാണ് സഭകൾ ചെയ്യുന്നത്. ഒരു പക്ഷേ അത് ആ വ്യക്തിയുടെ തെറ്റുകൊണ്ട് തന്നെ ആയിരിക്കണമെന്ന് പോലുമില്ല. പക്ഷെ തകർച്ച സംഭവിക്കുന്നു, കുടുംബം തകരുന്നു, സാക്ഷ്യം നഷ്ടപ്പെടുന്നു. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ലീഡർഷിപ്പ് വളരെ ഗൗരവമുള്ള ഒരു കാര്യമായതുകൊണ്ട് ആ കാര്യങ്ങൾ ഒഴിഞ്ഞിരിക്കുന്നതാണ് നല്ലത്. മൂന്നാമതായിട്ട്, നിർമ്മതനും ജിതേന്ദ്രിയനുമായിരിക്കണം. നിർമ്മതനും ജിതേന്ദ്രിയനും ആയിരിക്കണം. ബി സോബർ ആൻഡ് സെൽഫ് കൺട്രോൾഡ് എന്ന്. സെൽഫ് കൺട്രോൾ, സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്നവരായിരിക്കും. അത് ജീവിത രീതിയും ജീവിതത്തിന്റെ അഭിരുചികളും ഒക്കെ സംബന്ധിക്കുന്ന കാര്യമാണ്. അപ്പോൾ ധാർമ്മികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടുമുള്ള പല കാര്യങ്ങളെക്കുറിച്ചുള്ള അതിന്റെ ശീലങ്ങളും താല്പര്യങ്ങളും അഭിരുചികളും ഒക്കെ നിയന്ത്രിക്കുവാൻ കഴിയുന്നവരാകും. ജിതേന്ദ്രിയനായിരിക്കണം, ഇന്ദ്രിയങ്ങളെ ജയിക്കുന്നവനായിരിക്കും. അത് എല്ലാ നിലകളിലും, ഭൗതികമായ കാര്യങ്ങളാണെങ്കിൽ പോലും എന്തെങ്കിലും ഒരു കാര്യം കാണുമ്പോൾ അതെനിക്ക് സ്വന്തമാക്കണം, എന്തെങ്കിലും ഒരു പദവി കാണുമ്പോൾ അതെനിക്ക് സ്വന്തമാക്കണം, ഏതെങ്കിലും ഒരു അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളുടെ അഭിരുചികളുടെ പുറകെ പോകുന്ന വ്യക്തി ആയിരിക്കരുത്. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുവാൻ കഴിയും. എല്ലാ ഇന്ദ്രിയങ്ങളെയും, കാഴ്ചയെയും കേൾവിയെയും ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളെയും പിടിച്ചു നിർത്തുവാൻ, നിയന്ത്രിക്കുവാൻ കഴിയുന്ന വ്യക്തി ആയിരിക്കണം. ജിതേന്ദ്രനായിരിക്കണം. അതുപോലെ നല്ല ശീലങ്ങൾ ഉള്ളവനായിരിക്കും. ഉത്തമനായ ഒരു വ്യക്തിയായിരിക്കും. നല്ല ശീലങ്ങൾ, സുശീലൻ, സുശീലൻ എന്നാണ് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നല്ല മേൽവിചാരകനായി, ഒരു ഉത്തമ വ്യക്തിയായി ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. വേദപുസ്തകത്തിൽ അങ്ങനെയുള്ള പല വ്യക്തികളെ കുറിച്ച് പറയുന്നു. രൂത്തിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, ഉത്തമ സ്ത്രീയാണ് എന്ന് രൂത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇയ്യോബിനെ കുറിച്ച് പറയുന്നുണ്ട്, സഖര്യാവിനെ കുറിച്ച്, ശിമിയോനെ കുറിച്ച്, ഹന്നയെ കുറിച്ചൊക്കെ അവര് ശ്രേഷ്ഠരായിരുന്നു, ഉത്തമന്മാരായിരുന്നു എന്ന് തിരുവെഴുത്ത് തന്നെ പറയുന്നുണ്ട്. അപ്പം ഉത്തമ സ്വഭാവമുള്ള സുശീലന്മാരായിട്ടുള്ള സ്വഭാവ വൈശിഷ്ട്യമുള്ള ആളുകൾ, അതൊക്കെ നേടിയെടുക്കുവാൻ ജീവിതത്തെ ഒരുപാട് രൂപപ്പെടുത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, ചില ആളുകൾ ഈ സഭകളിലൊക്കെ പക്ഷം പിടിക്കുന്ന ആളുകൾ ഗ്രൂപ്പുകൾ ഉണ്ടാക്കും. തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി ഒരു സംഘം ആളുകളെ തങ്ങളോട് ചേർത്ത് നിർത്തുകയും മറ്റുള്ള എതിർകക്ഷികൾ എന്ന് ചിന്തിക്കുന്നവരുടെ മേൽ ആരോപണങ്ങളും ഉയർത്തുകയൊക്കെ ചെയ്യുന്ന ഒരു സഭാ രാഷ്ട്രീയം നമുക്കിന്ന് കാണാൻ. അപ്പൊ അതൊന്നും ഒരു നല്ല സ്വഭാവത്തിന്റെ ലക്ഷണമാണ്. അപ്പൊ നല്ല സ്വഭാവമുള്ളവൻ തന്നെ ആയിരിക്കണം. മറ്റൊന്ന്, അതിഥികളെ മറ്റുള്ളവരെ ബഹുമാനിക്കുവാൻ കഴിയുന്നവനായിരിക്കും. അതിഥിപ്രിയനും സുശീലനും അതിഥിപ്രിയനും ഉപദേശിപ്പാൻ സമർത്ഥനുമായിരിക്കുക. സമൂഹവുമായി ബന്ധപ്പെടുന്ന വ്യക്തി എന്നുള്ള നിലയിൽ ഒരുപാട് ആളുകളെ ഭവനത്തിലും തൻ്റെ ഓഫീസിലും ഒക്കെ സ്വീകരിക്കേണ്ടതായി.
ഒരു വ്യക്തിയെ പോലും അവഗണിക്കുവാൻ പാടില്ല. തന്റെ അടുക്കൽ വരുന്ന ഒരു വ്യക്തിയെ പോലും അവഗണിക്കുവാൻ പാടില്ല. എല്ലാവരെയും തുല്യതയോടെ പരിഗണിക്കുവാൻ കഴിയുന്ന ഒരു സമീപന രീതി ഉണ്ടായിരിക്കണം. അതിഥികളെ സൽക്കരിക്കുവാൻ കഴിയുന്നവനായിരിക്കും. അതിഥികൾക്ക് സ്നേഹവും കൂട്ടായ്മയും നൽകുവാൻ കഴിയണം. തന്നാൽ ആവോളം മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള ഒരു മനസ്സ് അതിഥിപ്രിയൻ ഉണ്ടായിരിക്കണം. പലപ്പോഴും സഹായം തേടി വരുന്ന ആളുകളുണ്ടാവും, രോഗികളായിട്ടുള്ള ആളുകളുണ്ടാവും. നാം പ്രാർത്ഥിക്കാം എന്ന് മാത്രം പറയുന്ന ആ ഒരു ശീലത്തിൽ നിന്നും അല്പം ചില സഹായങ്ങൾ ചെയ്യുവാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു മനോഭാവവും, അത് സ്വന്തം കയ്യിൽ നിന്ന് അല്ലെങ്കിൽ തന്നെ മറ്റുള്ള ഇടങ്ങളിൽ നിന്നാണെങ്കിലും അതിനുള്ള ഒരു ഇടം ഉണ്ടാക്കി കൊടുക്കുക മറ്റുള്ളവരെ എന്ന് കൈത്താങ്ങൽ കൊടുക്കുന്നതിന് വേണ്ടി ഒരു ഇടം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ശീലം ഒരു നല്ല ഇടയന്റെ ലക്ഷണമാണ്, ഒരു ലീഡറിന്റെ ലക്ഷണമാണ്. മറ്റൊന്നാണ് ഉപദേശിക്കാൻ സമർത്ഥനായിരിക്കും. ഉപദേശിക്കാൻ സമർത്ഥനായിരിക്കും. അപ്പൊ സഭയെ നമ്മുടെ കരങ്ങളിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്, ഒരു ലീഡറിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നത് കർത്താവിന്റെ വരവ് വരെയും വിശുദ്ധിയിലും നിർമ്മലതയിലും നല്ല സാക്ഷ്യത്തിലും ജീവിക്കുന്ന ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയാണ്. അപ്പൊ ക്രിസ്തീയ പക്വതയിലേക്ക്, ക്രിസ്തീയ ജീവിതത്തിന്റെ പൂർണ്ണതയിലേക്ക് വിശ്വാസികളെ വളർത്തിക്കൊണ്ടുവരുന്നതിനുള്ള ഒരു ഉത്തരവാദിത്തം ഒരു ഇടയനുണ്ട്. അപ്പൊ ഇടയൻ നിശ്ചയമായിട്ടും ഉപദേശങ്ങൾ സമർത്ഥമായി കൊടുക്കുന്നവനായിരിക്കും. സമർത്ഥമായി വളരെ പ്രാഗൽഭ്യത്തോടെ ഉപദേശങ്ങൾ പഠിക്കുകയും ആ ഉപദേശങ്ങൾ വളരെ ശക്തമായും വ്യക്തമായിട്ടും സഭയെ പഠിപ്പിക്കുകയും ചെയ്യും. പാസ്റ്റേഴ്സ് ആൻഡ് ടീച്ചേഴ്സ്, കർത്താവ് നൽകുന്ന വരങ്ങളെ കുറിച്ച് പറയുമ്പോൾ സഭയ്ക്ക് എഫേസ്യലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് അവൻ നിയമിച്ചിരിക്കുന്നത് അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും സുവിശേഷകന്മാരായും പിന്നെ പറയുന്ന ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും. സോ അത് രണ്ടും കൂടെ ഒരുമിച്ചാണ്, പാസ്റ്റേഴ്സ് ആൻഡ് ടീച്ചേഴ്സ്. അപ്പൊ ആളുകൾ പറയുന്നത് പാസ്റ്റർ മസ്റ്റ് ബി എ ടീച്ചർ. തന്റെ സഭയെ പഠിപ്പിക്കുന്നവനായിരിക്കണം പാസ്റ്റർ. ഞാൻ ഇപ്പോഴുള്ള എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം അതൊരു പക്ഷെങ്കിൽ അത്രത്തോളം എല്ലായിടത്തും ശരിയായിരിക്കത്തില്ല. ഇന്ന് സഭകളിൽ ദൈവവചനം പഠിപ്പിക്കുന്നില്ല, വചനം പഠിപ്പിക്കുന്നില്ല. ഇന്ന് വിശ്വാസ സമൂഹത്തിന് ആവശ്യമായ അവരിഷ്ടപ്പെടുന്ന പ്രസംഗങ്ങളിലൂടെ ആരാധനകളും സഭായോഗങ്ങളും ഒക്കെ അവസാനിക്കുകയാണ്. എന്നാൽ വചനം പഠിപ്പിക്കുന്നത് ആരാണെന്ന് അറിയാമോ? ഇന്ന് കൂടുതലും വചനം പഠിപ്പിക്കുന്നത് ദുരുപദേശം പഠിപ്പിക്കുന്നത്. അവര് വളരെ തന്ത്രപൂർവം നമ്മളെ ഇംപ്രസ് ചെയ്യത്തക്ക രീതിയിലാണ് യേശുക്രിസ്തു ദൈവമല്ലെന്നും കർത്താവിന് രണ്ടാമത് വരത്തില്ലെന്നും അല്ലെങ്കിൽ പരിശുദ്ധാത്മ സ്നാനവും അന്യഭാഷയൊന്നും ആവശ്യമില്ലെന്നും ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുന്ന ആളുകൾ വളരെ വിദഗ്ധമായി തന്ത്രപരമായി ആകർഷകമായി പഠിപ്പിക്കുന്നുണ്ട് ദൈവവചനം. പക്ഷെ നമ്മുടെ സഭകളിൽ പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ സ്നാനത്തെക്കുറിച്ചോ ഈവൻ രക്ഷയെക്കുറിച്ച് പോലും നമ്മൾ പ്രസംഗിക്കാറില്ല, പഠിപ്പിക്കാറില്ല. അപ്പോൾ അത് നിശ്ചയമായിട്ടും നാം എല്ലാ ശുശ്രൂഷകളും ചെയ്യുമ്പോൾ സഭയിൽ ആത്മീയ ഉണർവുണ്ടാകണം, വിടുതലിന്റെ ശുശ്രൂഷകൾ വേണം, ഉപവാസ യോഗങ്ങൾ വേണം, ആത്മീകമായി വളരെ ഉണർത്തപ്പെടുന്ന അനുഭവങ്ങൾ വേണം, ഒക്കെ ശരിയാണ്. അതെല്ലാം ഉള്ളപ്പോൾ തന്നെ ഒന്നുകിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ദൈവവചനം നമുക്ക് സഭായോഗങ്ങളിൽ പഠിപ്പിക്കുവാനുള്ള ഒരു സാഹചര്യം അല്ല. അതിനേക്കാൾ കുറച്ചും കൂടെ പരിശുദ്ധാത്മാവിന്റെ ഒരു കവിഞ്ഞൊഴുക്കുള്ള ഒരു അനുഭവമാണ് സഭായോഗങ്ങളിൽ ഉണ്ടാകുന്നതെങ്കിൽ മറ്റൊരു ദിവസം മാക്സിമം ആളുകളെ കൂട്ടി വരുത്തി കുറച്ചു സമയമെങ്കിലും
ഉപദേശ വിഷയങ്ങൾ പഠിപ്പിക്കണം. കാരണം ഈ ഉപദേശ വിഷയങ്ങളിൽ നിലനിൽക്കുവാൻ കഴിയാത്തവരാണ് എന്ത് കേട്ടാലും വിശ്വസിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിപ്പോകുന്നത്. പ്രത്യേകിച്ചും നാം ഉൾപ്പെടുന്ന സമൂഹത്തിന്റെ നിലപാടെന്താണ്, അതിന് ദൈവവചനവുമായിട്ടുള്ള ബന്ധം എന്താണ്, വചനം യഥാർത്ഥത്തിൽ ഈ ഓരോ വിഷയത്തെക്കുറിച്ചും എന്താണ് പറയുന്നത്, അതിനെക്കുറിച്ച് വിശ്വാസികൾക്ക് നല്ല ബോധ്യമുണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഉപദേശ വിഷയങ്ങൾ മാത്രമല്ല, പ്രായോഗിക ജീവിതത്തെക്കുറിച്ച്, വിശ്വസ്തരായിരിക്കുന്നതിനെ കുറിച്ച്, സത്യസന്ധരായിരിക്കുന്നതിനെ കുറിച്ച്. ഞാൻ വായിച്ചിട്ടുള്ളത് അമേരിക്കയിലുള്ള ഒരു സെനറ്റർ അദ്ദേഹത്തിന്റെ മകനുമായിട്ട് ചൂണ്ടയിടാൻ വേണ്ടി പോയി. ഈ ചൂണ്ടയിടാൻ വേണ്ടി അമേരിക്കയിൽ ഒരു നിയമമുണ്ട്. 12 മണി മുതൽ ആ പ്രത്യേക പ്രദേശത്തുള്ള ഒരു നിയമം എന്ന് പറഞ്ഞാൽ അവർക്ക് ലൈസൻസ് കൊടുത്തിരിക്കുന്നത് 12 മണി മുതൽ 1 മണി വരെയുള്ള സമയത്തേക്കാണ് ലൈസൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ സെനറ്ററും ഈ ഉദ്യോഗസ്ഥനും ഈ മകനും കൂടെ ചൂണ്ടയിടാൻ വേണ്ടി, അപ്പൊ പുഴയുടെ തീരത്ത് ചെന്നിരുന്നിട്ട് ചൂണ്ടയെല്ലാം റെഡിയാക്കി 12 മണിയാകാൻ 5 മിനിറ്റ് മുമ്പ് ചൂണ്ട വെള്ളത്തിലേക്ക് എറിഞ്ഞു. ചൂണ്ട വെള്ളത്തിലേക്ക് എറിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു മീനെ അവർക്ക് ലഭിക്കും. അപ്പൊ ഈ മീനെ പിടിച്ച് മീനെ കരയ്ക്കോട്ട് എടുത്തു കഴിഞ്ഞ ഉടനെ ഈ മകൻ പറഞ്ഞു, ഡാഡി ഈ മീനെ നമുക്ക് എടുക്കാൻ പാടില്ല. അപ്പൊ ഡാഡി ചോദിച്ചു, അതെന്നാണ്, നമ്മൾ വന്നപ്പോ ആദ്യം കിട്ടിയ മീനല്ല. അപ്പൊ ഈ മകൻ പറഞ്ഞു, ഡാഡി നമുക്ക് 12 മണി മുതലാണ് ലൈസൻസ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് 12 മണി കഴിഞ്ഞിട്ട് കിട്ടുന്ന മീനേ ഉള്ളൂ നമുക്ക് അവകാശമായിട്ടുള്ളത്. അതുകൊണ്ട് ഇതിനെ വെള്ളത്തിലേക്ക് തിരിച്ചു വിടണം എന്നാ മകൻ പറഞ്ഞു. അദ്ദേഹം അങ്ങനെ ചെയ്തു. അപ്പൊ അതാണ് ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത്. അതാരും കണ്ടില്ല, പോലീസുകാർ അവിടെ ഇല്ല, അവിടെ CCTV ഉണ്ടോന്ന് അറിയത്തില്ല, CCTV ഇല്ല, ഒരു മനുഷ്യൻ പോലും അറിയത്തില്ല. 12 മണിയാകാൻ 5 മിനിറ്റ് മുമ്പ് കിട്ടിയ മീനെ അവർ സ്വന്തമാക്കിയാൽ യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ ആ മകൻ പഠിച്ച ഇന്റഗ്രിറ്റി, വിശ്വസ്തത, അത് അവൻ ഡാഡിയോട് പറഞ്ഞു, ഡാഡി നമുക്കിപ്പോൾ ഈ മീനെ എടുക്കാൻ അവകാശമില്ല, ഈ മത്സ്യത്തെ നമുക്ക് വെള്ളത്തിലേക്ക് തന്നെ വിടണം, 12 മണി കഴിഞ്ഞിട്ടുള്ള മീനാണ് നമുക്ക് അവകാശപ്പെട്ടത്. അപ്പൊ നിസ്സാരമായ കാര്യം. അദ്ദേഹത്തിന്റെ ഒരു പ്രസിദ്ധമായ ഗ്രന്ഥം ഉണ്ടെന്നാണ് പറഞ്ഞത്, ഞാൻ വായിച്ചിട്ടില്ല. ഞാൻ അത് കോട്ട് ചെയ്തിരിക്കുന്ന ഒരു ഭാഗത്തുനിന്ന് വായിച്ചു. അപ്പൊ അദ്ദേഹം ആ സെനറ്റർ വിശ്വസ്തതയെക്കുറിച്ച് എഴുതിയപ്പോൾ തന്റെ മകൻ പറഞ്ഞ ആ ഒരു വസ്തുത അദ്ദേഹം അതിനകത്ത് വളരെ ശക്തമായിട്ട് താൻ പറഞ്ഞിട്ടു. അപ്പൊ ആരും കാണുന്നില്ലാത്തത് കൊണ്ട്, 5 മിനിറ്റേ ഉള്ളല്ലോ എന്നുള്ളത് കൊണ്ട് അതെനിക്ക് സ്വന്തമാക്കാമെന്ന് കരുതുകയാണ്. അപ്പൊ ഏതെല്ലാം കാര്യങ്ങളിൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ ചിലപ്പോൾ നിസ്സാരമായിട്ട് തള്ളിവിടുന്ന ഒരുപാട് കാര്യങ്ങൾ, അത് സാരമില്ല എന്ന് നമ്മൾ കരുതാറ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, വിശ്വാസ സമൂഹത്തെ വളർത്തിയെടുക്കുമ്പോൾ പ്രായോഗിക ജീവിതത്തിൽ സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും പരമാർത്ഥതയുടെയും ഒക്കെ തലങ്ങളിൽ അവർ വളർന്നു വരുവാൻ അവരെ സഹായിക്കണം. മറ്റുള്ളവരെ സ്നേഹിക്കുവാനും ഒക്കെ കരുതണം. നമ്മൾ ഈ ആത്മീകമായ ഭാഷയിൽ പല കാര്യങ്ങളും അവരോട് പറയുന്നത് കൊണ്ട് പ്രായോഗികമായിട്ട് പലപ്പോഴും അവർക്ക് പല കാര്യങ്ങളിലും അവർക്ക് വ്യക്തത ഉണ്ടാകുന്നില്ല. അവർക്ക് പ്രായോഗിക ജീവിതത്തിൽ ആത്മീയ പക്വതയിലേക്ക് വരുവാൻ പലപ്പോഴും കഴിയാതെ. അപ്പൊ ഉപദേശപരമായിട്ടും പ്രായോഗികമായിട്ടുമുള്ള കാര്യങ്ങൾ സഭയെ പഠിപ്പിക്കുവാൻ വചനത്തിലും ഉപദേശത്തിലും ശക്തമായി നിലകൊള്ളുന്നവനായിരിക്കും. അടുത്ത ഒരു കാര്യം, മദ്യപ്രിയനാവരുത്. മദ്യപ്രിയനും തല്ലുകാരനും അരുത്. ശാന്തനും കലഹിക്കാത്തവനും ദ്രവ്യാഗ്രഹമില്ലാത്തവനും സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനും മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ പാലിക്കുന്നവനും ആയിരിക്കണം.
അപ്പൊ ഇത് നമ്മൾ ഈ തിമോത്തിയോസിന്റെ 1-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം ഞാൻ പറഞ്ഞിട്ട് പാസ്റ്റർമാരെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വായിക്കുന്നത് നല്ലത്, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ധ്യാനിക്കുന്നത് നല്ലത്. അത് നമ്മെ കുറച്ച് ഒന്ന് പിടിച്ചു കെട്ടും, പല പെരുമാറ്റ രീതിയിൽ നിന്നും ഒന്ന് പിടിച്ചു കെട്ടും. ഒരുപക്ഷെങ്കിൽ ആ കാലഘട്ടത്തിൽ വീഞ്ഞ് യഹൂദന്മാരുടെ പാനീയമാണ്, അതിന് അല്പം ലഹരിയൊക്കെ ഉള്ളതാണ്. അപ്പൊ ഇത് കൂടുതൽ കഴിക്കുവാനുള്ള ഒരു താല്പര്യം പലരും കാണിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് ഒരു പാനീയം എന്നുള്ള നിലയിൽ അല്പം വീഞ്ഞ് സാധാരണ യഹൂദന്മാർ കഴിക്കുന്നത് പോലെ ഭക്ഷണത്തിന്റെ കൂടെ ഒക്കെ അല്പം കഴിക്കുന്ന ഒരു രീതി വിട്ട് അതൊരു മദ്യപാനത്തിന്റെ രീതിയിലേക്ക് വരുന്ന ഒരു രീതി അന്നുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് അങ്ങനെ ഒന്നുമില്ല. നമുക്ക് ആകെയുള്ള അല്പം ഉണർവ് തോന്നുന്ന ഒരു പാനീയം എന്ന് പറഞ്ഞാൽ കടുങ്കാപ്പിയ. അതിനപ്പുറത്തൊന്നും നമ്മളാരും മദ്യം കഴിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ അങ്ങനെ ഒരു ശീലമില്ല. പിന്നെ മദ്യപാനികളായിട്ടുള്ള ആളുകൾ മദ്യം കഴിക്കാറ്. പക്ഷെ വളരെ സങ്കടകരമായ ഒരു വസ്തുത എന്ന് പറയുന്നത്, പലയിടങ്ങളിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകളും അറിവുകളും ഒക്കെ വെക്കുമ്പോൾ ഒരു ചെറിയ ശതമാനം ദൈവദാസന്മാർ, ദൈവവേലക്കാർ മദ്യം ഉപയോഗിക്കുന്നവരാണ്. ഒരു പക്ഷെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം അറിയുമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ചിലരെയൊക്കെ അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അവര് സ്ഥിരം ബാറിൽ പോയി ഒന്നും മദ്യം കഴിക്കുന്നവരൊന്നുമല്ല. പക്ഷേ അവര് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മദ്യം ഉപയോഗിക്കും. ഉത്തരേന്ത്യയിലുള്ള ചില മിഷണറിമാരുടെ വീട്ടിൽ മദ്യക്കുപ്പികൾ കണ്ടിട്ടുണ്ട്. അത് ചുമ്മാ അലങ്കാരത്തിന് വെച്ചേക്കുന്നൊന്നുമല്ല. നാട്ടിലുള്ള ചില ആളുകൾ മദ്യപിക്കുന്നവരായിരുന്നു. അടുത്ത കാലത്തുണ്ടായ ചില മരണങ്ങളിൽ അവരുടെ ഡിപ്രഷനും മറ്റു കാര്യങ്ങളും ഒക്കെ അന്വേഷിച്ചു പോയപ്പോൾ അവർ മദ്യം ഉപയോഗിക്കുമായിരുന്നു എന്ന് അധികാരികൾ, പോലീസുകാർ പറഞ്ഞു. അതുപോലെ നമ്മുടെ വിശ്വാസികൾ ഇപ്പൊ സഭയിൽ വരുന്നവരെല്ലാം വിശ്വാസികളാണെന്നുള്ള അർത്ഥത്തിലല്ല. സഭയിൽ വരുന്നവര് കർത്താവിന് വേണ്ടി പൂർണ്ണമായ സമർപ്പണം ഇല്ലാത്തവരും സഭയിൽ വരാറുണ്ട്. പക്ഷേ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവകൃപയിൽ നിൽക്കുന്നു എന്ന് പറയുകയും ആത്മീയമായ കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ പോലും ഇങ്ങനെയുള്ള ചില കെണികളിലൊക്കെ അകപ്പെടാറുണ്ട്. അപ്പൊ നമ്മൾ ഈ പുറമെ കാണുന്ന, സഭാ ഹോളിനുള്ളിൽ കാണുന്ന ഒരു സ്വഭാവവും പെരുമാറ്റവും റിയൽ ആണ് എന്ന് പലപ്പോഴും നമ്മൾ ധരിച്ചു പോകും. പക്ഷെ അങ്ങനെയല്ല. റിയാലിറ്റി അതിന് വെളിയിലാണ്. അത് ഓരോ വ്യക്തിയുമാണ് കർത്താവിനോടുള്ള ബന്ധത്തിൽ വിശ്വസ്തത പുലർത്തേണ്ടത് ഓരോ വ്യക്തിയുമാണ്. ഒരു പക്ഷേ മറ്റാരും കണ്ടില്ല എന്ന് വരാം, മറ്റാർക്കും അറിയത്തില്ല എന്ന് വരാം. എന്നാൽ ദൈവത്തോട് വിശ്വസ്തത പുലർത്തുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ പ്രാഗൽഭ്യത്തോടെ കർത്താവിന് വേണ്ടി ജീവിക്കുവാനും നിലകൊള്ളുവാനും ഒക്കെ കഴിയത്തുള്ളൂ. അതുകൊണ്ട് മദ്യപനാകുവാൻ പാടില്ല, തല്ലുകാരനാകുവാൻ പാടില്ല. ദൈവവേലക്കാർ തല്ലുകൂടരുത്. ഈ ഒരാഴ്ചക്കുള്ളിൽ 3 തല്ലുകേസുകളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത്. ഒറ്റ ഒരാഴ്ചയിൽ 3 തല്ലുകേസ്. അതൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല, ലോകം മുഴുവനും കണ്ടുകൊണ്ടിരിക്കുക. ഈ നല്ല കാര്യങ്ങളൊന്നും വീഡിയോ ആക്കി ഇടുന്നത് വളരെ ചുരുക്കമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം, ഇപ്പൊ എവിടെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായാൽ അത് അവിടെ കൊണ്ട് അവസാനിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, നമ്മുടെ പിടിയിൽ നിൽക്കത്തില്ല. ഏതെങ്കിലും ഒരു വ്യക്തി വീഡിയോ എടുത്തിട്ടാൽ അതങ്ങ് പോവുകയാണ്. അപ്പൊ ദൈവനാമം ദുഷിക്കപ്പെടുന്ന രീതിയിലും അപമാനിക്കപ്പെടുന്ന രീതിയിലും ഒക്കെയുള്ള പെരുമാറ്റങ്ങളാണ് ഇന്ന് കൂടുതലും സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്.
അപ്പൊ അത് തല്ലുകാരനായിരിക്കരുത്, ശാന്തശീലനായിരിക്കണം. ഏത് കാര്യത്തിനും ഇത് ദൈവത്തിന് വേണ്ടിയുള്ളതാണ് എന്നുള്ള ചിന്തയിൽ ശാന്ത സ്വഭാവത്തോടു കൂടി വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. അതുപോലെ സമാധാനം ആഗ്രഹിക്കണം, സമാധാനം ആഗ്രഹിക്കണം. മറ്റൊന്നാണ് ദ്രവ്യാഗ്രഹം പാടില്ല. നമുക്ക് ജീവിക്കുവാൻ നമുക്ക് ജീവിക്കുവാൻ പണം ആവശ്യമാണ്. പണമില്ലാതെ നമുക്ക് ജീവിക്കുവാനൊക്കത്തില്ല. എന്നാൽ ഒരു ദൈവവേലക്കാരനെ സംബന്ധിച്ച്, ഒരു ദൈവവേലക്കാരൻ, ഒരു കർത്താവിന്റെ ശുശ്രൂഷകൻ കഷ്ടപ്പെടുവാനോ പട്ടിണിയാകുവാനോ ഒരിക്കലും കർത്താവ് അനുവദിക്കത്തില്ല. അത് ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. ഇല്ലായ്മകളിലൂടെയൊക്കെ കടന്നു പോയെന്ന് വന്നാലും ദൈവം തന്റെ ദാസനെ പുലർത്തും എന്നുള്ള സാക്ഷ്യങ്ങൾ ധാരാളമുണ്ട്. അതൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അനുഭവങ്ങളുമാണ്. അപ്പൊ ദ്രവ്യാഗ്രഹം എന്ന് പറയുന്നത് പണം ലഭിക്കുന്നതിന് വേണ്ടി തന്ത്രങ്ങൾ ഉപയോഗിച്ച് കാര്യങ്ങൾ നീക്കുക. ഇപ്പൊ ദേവദാസന്മാരും ഒക്കെ ആണല്ലോ ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സഭയുടെ ട്രാൻസ്ഫർ വരുന്ന സമയത്ത് നമുക്കറിയാം, ചില സഭകളിൽ പോകുവാനോ മാറ്റമെടുക്കുവാനോ ഒക്കെ ദേവദാസന്മാർ മടിക്കും. അതിൽ പല കാരണങ്ങൾ വ്യക്തിപരമായിട്ട് അവർക്കുണ്ടാകും. എന്നാൽ ചിലയിടങ്ങളിലെ കാരണം ഇപ്പോൾ പോകുന്ന, അതായത് മാറ്റം കൊടുത്തിരിക്കുന്ന സഭയിൽ ഇപ്പോഴുള്ള സഭയുടെ അത്രയും വരുമാനം ഒരുപക്ഷെങ്കിൽ ഉണ്ടാവില്ല. അപ്പോൾ ഒരു ദുരഭിമാനം ഉണ്ടാവും. അത് നമുക്കെല്ലാവർക്കും ഉണ്ടാവും. ഇപ്പം നിങ്ങൾക്കാണെങ്കിലും എനിക്കാണെങ്കിലും ഉണ്ടാവും. ഞാൻ ഇത്ര വർഷം ശുശ്രൂഷയിലായിരുന്നു, ഇപ്പോൾ എനിക്ക് 50,000 60,000 കിട്ടുന്ന ഒരു സഭയിലാണ് ഞാൻ ഇരിക്കുന്നത്. ഇപ്പോൾ ഞാൻ അതിന്റെ പകുതി കിട്ടുന്ന ഒരു സഭയിലേക്ക് ഞാൻ എങ്ങനെ പോകും? പറഞ്ഞ മനസ്സിലായോ? അതൊരു പ്രതിസന്ധിയാണ്. എന്നാൽ അങ്ങനെ പോകുന്നവരുണ്ട്. വലിയ വരുമാനമുള്ള സഭകൾ വിട്ട് വരുമാനം കുറവുള്ള സഭകളിലേക്ക് ട്രാൻസ്ഫർ കൊടുക്കുമ്പോൾ സന്തോഷത്തോടെ പോകുന്നവരുണ്ട്. അപ്പൊ പണം ഒരിക്കലും നമ്മുടെ യജമാനനാകുവാൻ പാടില്ല. ഒരു 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 ശുശ്രൂഷകന്റെ യജമാനനായിട്ട് പണം ഉണ്ടാകുവാൻ പാടില്ല. പണമായിരിക്കരുത് പ്രധാനം. നാം ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരുന്നാൽ അറിയാത്ത വഴികളിലൂടെ ദൈവം നമ്മെ നടത്തും. നമുക്ക് ആവശ്യമുള്ള എല്ലാ നന്മകളും ദൈവം തരും. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും എന്നുള്ള വചനം നമ്മൾ വിശ്വസിക്കുന്നവരാണ്. അപ്പൊ പണത്തിന് വേണ്ടി ഉള്ള ഓട്ടമല്ല, കർത്താവിന് വേണ്ടി ഓടുമ്പോൾ പണം നമുക്ക് നിശ്ചയമായിട്ട് നമ്മുടെ ആവശ്യങ്ങൾക്കല്ല, നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാനാണെങ്കിലും വീട് വയ്ക്കുവാനാണെങ്കിലും മക്കളുടെ വിവാഹ കാര്യങ്ങൾക്കാണെങ്കിലും എല്ലാം ദൈവം ക്രമീകരിക്കും. അപ്പൊ കർത്താവിലുള്ള വിശ്വാസം ഒരിക്കലും ചോർന്നു പോകുവാൻ പാടില്ല. പ്രൊവിഷൻസ്, കർത്താവിൽ നിന്ന് ലഭിക്കുന്ന പ്രൊവിഷൻസിനെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, സംശയിക്കുവാൻ പാടില്ല. കാരണം ഏത് സാഹചര്യത്തിലായിരുന്നാലും കർത്താവിന് നമ്മെ പുലർത്തുവാൻ കഴിയും. ആ ഒരു വലിയ വിശ്വാസത്തോടു കൂടി പോകുന്ന വ്യക്തികൾക്ക് മാത്രമേ ദ്രവ്യാഗ്രഹം ഇല്ലാതെ പോകുവാൻ കഴിയൂ. ഇനി ദ്രവ്യാഗ്രഹം ഉള്ള ചില വ്യക്തികൾ, അവർക്ക് പിൽക്കാലങ്ങളിൽ അവരുടെ പണം ഉപയോഗിക്കുവാൻ കഴിയാതെ വന്നു. പലർക്കും, ക്രിസ്തീയ വേലക്കാരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. പണം ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്തിൽ പല കാര്യങ്ങളും ചെയ്തു കൂട്ടിയ ശേഷം അവസാനം ആ പണമെല്ലാം നഷ്ടപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ സർക്കാർ കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ അവർക്ക് ഉപയോഗിക്കാൻ കഴിയാതെ വരികയോ ഒക്കെ ചെയ്യുന്ന അവസ്ഥയുണ്ട്. അത് ക്രിസ്ത്യൻ ബിസിനസ് ചെയ്യുന്ന ആളുകളും ക്രിസ്ത്യൻ മിഷൻസ് ചെയ്യുന്ന ആളുകളും ഒക്കെ അതിന് ഉദാഹരണങ്ങളായിട്ട് ധാരാളം. അപ്പൊ പണം ഒരിക്കലും നമ്മുടെ യജമാനനാകുവാൻ പാടില്ല. മറ്റൊന്ന്, 13ാമത്തെ കാര്യം, സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവരായിരിക്കും. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കണം. ഇപ്പൊ മൂപ്പൻ വിവാഹിതനായിരിക്കും, വിവാഹിതരായ മിക്ക ആളുകൾക്കും മക്കൾ ഉണ്ടായിരിക്കും. അവിടെ
ഇവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തന്റെ കുടുംബവും സഭാ നേതൃത്വവും തമ്മിലൊരു ബന്ധമുണ്ട്. പാസ്റ്റർ മാത്രമല്ല, പാസ്റ്ററെയാണ് ഒരു ലീഡർഷിപ്പ് ഏൽപ്പിക്കുന്നത്. അപ്പൊ ചിലർ പറയും എന്നെയാണ് സഭ ഏൽപ്പിച്ചേക്കുന്നത്, എന്റെ ഭാര്യയല്ല, എന്റെ മക്കളെയല്ല. അല്ലെങ്കിൽ വിശ്വാസികൾ പറയും പാസ്റ്ററെ എവിടെ ആക്കിയേക്കുന്നത്, പാസ്റ്റർമാമെ ഇവിടെ ഒന്നും പറയണ്ട എന്നൊക്കെ ചിലപ്പോൾ പറയും. അങ്ങനല്ല. സോ ലീഡർ എന്ന് പറയുമ്പോൾ അവര് ആസ് എ ഫാമിലി, ആ കുടുംബമായിട്ട് അവരെ അപ്പോയിന്റ് ചെയ്തിരിക്കും. അപ്പൊ ഭാര്യയായാലും മക്കളായാലും അവരെല്ലാവരും ആ ലീഡർഷിപ്പിന്റെ ഭാഗമാണ്. അവര് നമ്മളെ ഉപദേശിക്കാൻ വരുന്നില്ല, നിയന്ത്രിക്കാൻ വരുന്നില്ല എന്നുള്ള, അല്ലെങ്കിൽ നമ്മൾ അതിനെ അനുവദിക്കത്തില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെങ്കിലും ഒരു ലീഡറിന്റെ, ഇടയന്റെ കുടുംബം ആ സഭയുമായി ബന്ധമുള്ളതാണ്. പാസ്റ്ററും അത് തന്നെ ചിന്തിക്കണം. എൻ്റെ കുടുംബവും എൻ്റെ ലീഡർഷിപ്പിനോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളാണ്. അപ്പം ഇടയന്റെ ഭാര്യ ഇടയനെ പോലെ തന്നെ സഭയിൽ സാക്ഷ്യമുള്ള വ്യക്തിയായിരിക്കണം. രണ്ടാമത്തെ കാര്യം, അവരുടെ മക്കൾ ദൈവകൃപയിലും അനുസരണത്തിലും വളരുന്നവരായിരിക്കണം. ചിലപ്പോഴൊക്കെ അതിന് കഴിയാതെ വരുന്ന സാഹചര്യങ്ങളുണ്ട്. എന്നാൽ നമ്മൾ ഓർത്തിരിക്കണം, നാം ഒരു സഭയെ ഉപദേശിക്കുമ്പോൾ, സഭയെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ അതിനേക്കാൾ പ്രാധാന്യത്തോടെ നമ്മുടെ കുടുംബത്തെ നമ്മൾ ശ്രദ്ധിക്കണം. കുടുംബത്തെ ശ്രദ്ധിക്കണം. കുടുംബജീവിതവും പ്രാധാന്യമുള്ളതാണ്. ശുശ്രൂഷാ ജീവിതം തന്നെയല്ല. ഭാര്യയോടൊത്ത് വസിക്കുവാനും മക്കളെ കൂടെ അരികിലിരുത്തി പ്രാർത്ഥിക്കുവാനും, പാഴ്സനേജിലോ വീട്ടിലോ ആണെങ്കിൽ പോലും അവരെ വചനം പഠിപ്പിക്കുവാനും, സഭയിലെ പോലെ തന്നെ അവരുടെ മുമ്പിൽ ഇടയൻ മാതൃകയായിട്ടിരിക്കാനും ഒക്കെ കഴിയണം. ഒരു സഭയിൽ ഒരു ദൈവദാസൻ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ മുൻനിരയിൽ ദൈവദാസന്റെ ഭാര്യയായിരിക്കും, മുൻനിരയിലാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചില കാര്യങ്ങളും ഡിസിപ്ലിന്റെ കാര്യങ്ങളും ഒക്കെ പറയുന്ന ഉടനെ ഇടയ്ക്കിടയ്ക്ക് ഭാര്യയെ നോക്കും. അപ്പൊ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഭാര്യ കണ്ണുരുട്ടി കാണിക്കും. അപ്പൊ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് ആ കാര്യം അവിടെ ഒന്നും വ്യത്യാസപ്പെടുത്തി കൊണ്ടുപോകേണ്ടി വരും. കാരണം ഭാര്യ എന്താണ് പറയുന്നത്, ആ കാര്യത്തെക്കുറിച്ച് നീ മിണ്ടിപ്പോകരുത്. അത് ആ ഒരു നോട്ടത്തിൽ, ആ കണ്ണുരുട്ടിൽ കൂടെ തന്നെ മനസ്സിലാക്കും. ചിലയിടങ്ങളിൽ മറ്റുള്ളവരുടെ കുഞ്ഞുങ്ങളെ നമ്മൾ അവരങ്ങനെയാണ്, അവരിങ്ങനെയാണ്, അവരെ സൺഡേ സ്കൂളിന് കാണുന്നില്ല, സഭായോഗത്തിന് കാണുന്നില്ല, അഭിഷേകം പ്രാപിച്ചിട്ടില്ല, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാം. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് എന്നുള്ള കാര്യം വളരെ ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങളെ ഇത് പറഞ്ഞ് മനസ്സിലാക്കണം. ഇപ്പോൾ നമ്മുടെ ചില സഭകളിലൊക്കെ പാസ്റ്റേഴ്സ് ഫാമിലി കോൺഫറൻസ് ഉണ്ട്. പാസ്റ്റേഴ്സിന്റെ മക്കൾക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള സെമിനാറുകൾ നടക്കാറുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. കാരണം അവര് വളരെയധികം അവഗണനയും വേദനയും ഒക്കെ ഹൃദയത്തിൽ ഉള്ളവരാണ് ഈ പാസ്റ്റേഴ്സിന്റെ മക്കൾ. ഫാമിലി കോൺഫറൻസിനും പ്രാധാന്യമുണ്ട്. കാരണം ശുശ്രൂഷ രംഗത്ത് നിൽക്കുന്നു, ധാരാളം പ്രതികൂലങ്ങൾ അനുഭവിക്കുന്നു, സഭയിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒത്തിരി ശരങ്ങൾ അവരേൽക്കുന്നു. കൂടെയുള്ള മാറ്റങ്ങൾ, യാത്രകൾ, രോഗങ്ങൾ, അവഗണനകൾ, സാമ്പത്തിക ബുദ്ധിമുട്ട്, ടെൻഷൻ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അനുഭവിക്കുന്ന ഒരു അനുഭവം ഈ പാസ്റ്റർമാരുടെ കുടുംബത്തിന്. അതുകൊണ്ട് ഞാനൊരു ഇംഗ്ലീഷിലുള്ള ഒരു പുസ്തകം എനിക്ക് കിട്ടിയായിരുന്നു. അത് ആ പുസ്തകത്തിന്റെ ഹെഡിങ്, അമേരിക്കയിൽ പിന്നെ എല്ലാത്തിനും ഓരോ കാര്യങ്ങൾക്ക് ഓരോരുത്തർ റിസർച്ച് ചെയ്ത് ഇങ്ങനെ പുസ്തകങ്ങളുണ്ട്. അത് ചിലതൊക്കെ അവർ പഠിപ്പിക്കുക, സെമിനാറുകളൊക്കെ നടത്തുന്ന രീതി. ഞങ്ങളുടെ ഒരു ലീഡർ പറയുമായിരുന്നു, നെയിൽ പോളിഷ് ചെയ്യുന്നതിനെ കുറിച്ച്, നഖം പോളിഷ് ചെയ്യുന്നതിനെ കുറിച്ച് പോലും 100 കണക്കിന് പുസ്തകങ്ങൾ അമേരിക്കയിൽ. അത്
എങ്ങനെ ചെയ്യണം, എന്തെല്ലാം ഉപയോഗിക്കണം, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഇതുള്ളതാണ്. പക്ഷെ വളരെ അപൂർവമായിട്ട് ഞാൻ കണ്ട ഒരു പുസ്തകമാണ് ഹൗ ടു സപ്പോർട്ട് യുവർ പാസ്റ്റർ. ഹൗ ടു സപ്പോർട്ട് യുവർ പാസ്റ്റർ. ലോക്കൽ ചർച്ചിന്റെ ഉത്തരവാദിത്വത്തിലുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഒരു ആള് പഠനം നടത്തി. അദ്ദേഹം സെമിനാറുകൾ ഇതിനെക്കുറിച്ച് എടുക്കാറുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു പഴയ പുസ്തകമാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ എനിക്കിത് വളരെ കൗതുകരമായിട്ട് തോന്നി. അപ്പൊ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, പാസ്റ്ററുടെ ബർത്ത്ഡേ വരുമ്പോൾ വിശ്വാസികൾ അത് ഓർത്തിരുന്നിട്ട് അവരെ വിഷ് ചെയ്യണം, അവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം, അവരുടെ മക്കളുടെ വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ സഭ അവരെ അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്യണം. മറ്റൊരു കാര്യം അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ഒരു റിട്രീറ്റിന് പോകാൻ ഒരു ആഴ്ച ഉപവാസ പ്രാർത്ഥന വേണ്ടാന്ന് വെക്കണം, ഒരാഴ്ച ലേഡീസ് മീറ്റിംഗ് വേണ്ടാന്ന് വെക്കണം, ഒരാഴ്ചയില് മറ്റ് പരിപാടികളൊന്നും വേണ്ട. പാസ്റ്ററോട് പറഞ്ഞാൽ പാസ്റ്ററും ഭാര്യയും കുഞ്ഞുങ്ങളും കൂടെ ഊട്ടിയിലോ മൂന്നാറിലോ കൊടൈക്കനാലിലോ അല്ലെങ്കിൽ എവിടാ ഗോവയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഒരാഴ്ച നിങ്ങൾ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് കാഴ്ചകളൊക്കെ കണ്ട് നിങ്ങൾ കുടുംബമായിട്ട് സന്തോഷിച്ചിട്ട് തിരിച്ചു വരണം. 4 ദിവസം അല്ലെ 5 ദിവസം സഭ അവധി തരികയാണ്. അതിനുള്ള ഫണ്ടും കൂടെ ശേഖരിച്ച് ഒരു 10,000-20,000 രൂപ അദ്ദേഹത്തിന് കൊടുത്താൽ, കാരണം ഇത് മനുഷ്യരാണ് അല്ലേ, മനുഷ്യനാണ്, അവർക്കൊരു എന്റർടൈൻമെന്റ് ആവശ്യം. അപ്പൊ ഇതുപോലുള്ള ഒരുപാട് പ്രാക്ടിക്കൽ കാര്യങ്ങൾ, അമേരിക്കയുടെ പശ്ചാത്തലത്തിലാണ് ഇത് പറയുന്നത്, നമുക്ക് അത്രത്തോളം പ്രായോഗികമല്ല. എന്നാൽ ഒരിക്കലും കേരളത്തിലുള്ള സഭകൾ, മലയാള സഭകൾ, ഈ പാസ്റ്റർമാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസമോ ഉണ്ട് എന്ന് ചിന്തിക്കുന്നവരല്ല. അവരുടെ പ്രയാസങ്ങൾ, അവർ കടന്നു പോകുന്ന കഷ്ടപ്പാടുകൾ, ഇതൊന്നും അവർ മനസ്സിലാക്കാറ്, സഭ പലപ്പോഴും മനസ്സിലാക്കാറില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഒരു പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ടെൻഷൻസ് മാറുവാനും, അവരും വിശ്വാസികളെ പോലെ തന്നെ മനുഷ്യരാണ്. അവർക്ക് എല്ലാവിധമായ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലുമുള്ള കാര്യങ്ങൾ അവർക്ക് ആവശ്യമാണ്. വൈകാരികമായിട്ടും മാനസികമായിട്ടും എല്ലാം ഉള്ള കാര്യങ്ങൾ അവർക്ക് ആവശ്യമാണ്. അപ്പോൾ സഭയെ ആ നിലയിലൊക്കെ വളർത്തിക്കൊണ്ട് വരുവാൻ, അതൊക്കെ സത്യത്തിൽ നമ്മൾ ഇവിടെ ഇരുന്ന് പറഞ്ഞത് കൊണ്ടോ നമുക്ക് ആ ഒരു ചിന്ത ഉണ്ടാകുന്നത് നല്ലതാണ്. പക്ഷെങ്കിൽ അതൊക്കെ ലീഡർഷിപ്പിൽ നിന്നാണ് അത് ചെയ്യേണ്ടത്. സഭയെ നിയന്ത്രിക്കുന്ന ലീഡർഷിപ്പ് അതിനുവേണ്ടിയുള്ള പദ്ധതികളൊക്കെ ഉണ്ടാക്കുന്നത് നല്ലതാണ്. അപ്പം ഒരാഴ്ചയിൽ ഒരു ടൂറ് പോയത് കൊണ്ടോ പിന്നെ കാഴ്ചകൾ കാണാൻ പോയത് കൊണ്ടോ അതൊക്കെ ലോകപരമാണ് എന്നുള്ള രീതിയിൽ പലപ്പോഴും നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാറുണ്ട്. പക്ഷെ ഈ സായിപ്പ് പറഞ്ഞേക്കുന്നത്, അവർക്കൊരു വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരാഴ്ചയെങ്കിലും അവർക്ക് കുടുംബവുമായിട്ട് ഒന്ന് റിലാക്സ് ചെയ്യുവാനും അവർക്ക് ഒരുമിച്ച് ഒന്ന് സന്തോഷിക്കുവാനും ഒക്കെ കഴിയുന്ന ഒരു സാഹചര്യം സഭ ഉണ്ടാക്കി കൊടുക്കണം. പിന്നീട് അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞു എന്നുള്ളതേ. അപ്പം ഇത് കുടുംബത്തെ നന്നായി ഭരിക്കുക. ഇനി വേറൊരു കാര്യമുണ്ട്. ഈ നമ്മുടെ സാഹചര്യത്തിൽ നമ്മുടെ ഈ മാനസികമായിട്ടുള്ള ഇടുക്കം വളരെ വലുതാണ്. ഇപ്പൊ അഥവാ ഇനി സഭ ഇങ്ങനെ ഒരു ടൂറിന് വിടുന്നില്ല, പാസ്റ്ററും ഭാര്യയും മക്കളും കൂടെ എവിടെങ്കിലും ഒരു ടൂറിന് പോവുകയാണ് എന്ന് പറഞ്ഞാൽ സഭയ്ക്ക് എന്തുമായിരിക്കും ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിൽ? ഞങ്ങൾ ഒരാഴ്ചത്തേക്ക് ഒന്ന് ടൂറിന് പോയിട്ട് വരാം, ഈ ആഴ്ച യോഗങ്ങളൊന്നും ഇല്ല അല്ലേ? അത് പറഞ്ഞു തീരുന്നതിന് മുമ്പേ പ്രശ്നമാവും അല്ലേ? ആ സമയത്ത് വിശ്വാസികളെ കഴിഞ്ഞ ആഴ്ച എവിടെ ആയിരുന്നു? കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഗോവ വരെ പോയായിരുന്നു കുടുംബമായിട്ട്, അളിയനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അവരുടെ കൂടെ നിന്ന് പോയാൽ ആർക്കും പ്രശ്നമില്ല. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ അവരെ വിശ്വാസികളെ പോലെ തന്നെയാണ് പാസ്റ്ററും. ആ പാസ്റ്റർക്ക് അങ്ങനെ പറ്റത്തില്ലെങ്കിൽ അതിനുള്ള ഇടം, ടൂർ പോകുന്നതിനെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്, അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ, വിദ്യാഭ്യാസപരമായ കാര്യങ്ങളാണെങ്കിൽ മറ്റു കാര്യങ്ങളാണെങ്കിലും ഒക്കെ അവരെ പരിഗണിക്കുവാൻ കഴിയുന്ന ഒരു ലോക്കൽ ചർച്ച് അവരുടെ കുടുംബത്തിന്റെ താളം തെറ്റലുകൾ ശുശ്രൂഷയെ ബാധിക്കും. അവരുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോയാൽ അത് ശുശ്രൂഷയെയും സഭയെയും ബാധിക്കും. ചിലയിടങ്ങളിൽ വളരെ ഭക്തിയോടെ ഇരുന്നിട്ടുള്ള മക്കൾ അന്യമതസ്ഥരെയൊക്കെ കല്യാണം കഴിച്ച് വീട്ടിൽ വരുമ്പോഴാണ് അറിയുന്നത്, അപ്പൊ ഇതാണ് എൻ്റെ
ഹസ്ബൻഡ്, എന്റെ പാസ്റ്റർമാരുടെ മക്കൾ പറഞ്ഞിട്ടുണ്ട്. ഒരു സുപ്രഭാതത്തിൽ കാണത്തില്ല, എവിടെയാണെന്ന് അറിയത്തില്ല, അന്വേഷിക്കുന്നുണ്ടെ ഞങ്ങൾ ഇന്നടത്താണ്, എൻ്റെ കൂടെ ഇന്നാരുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള അനുഭവങ്ങൾ. അപ്പൊ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കണം, നമ്മൾ അവരോട് സമയം ചെലവഴിക്കണം, അവരുടെ പ്രശ്നങ്ങൾ പഠിക്കണം. സഭയിലുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ മാത്രമല്ല, കുടുംബവുമായിട്ട് സമയം ചെലവഴിക്കുവാൻ കഴിയണം. ശുശ്രൂഷ എന്നുള്ള രീതിയിൽ 1, 2, 3, 4 ആഴ്ച അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ കുടുംബം എങ്ങനെയായി എന്നുള്ള കാര്യം ചിന്തിക്കണം. കുടുംബം എന്ന് പറയുന്നത് സഭയെ പോലെ തന്നെ പ്രാധാന്യമുള്ളത്. ലോകത്തിൽ കർത്താവ് സ്ഥാപിച്ച 2 സ്ഥാപനങ്ങളാണ്, ഒന്ന് സഭയും ഒന്ന് കുടുംബവും. ഇത് രണ്ടും കർത്താവിന് വിലപ്പെട്ടതാണ്. ഇത് രണ്ടും പരസ്പരം ബന്ധപ്പെട്ടതുമാണ്. അതുകൊണ്ട് കുടുംബജീവിതത്തിൽ സ്വന്തം കുടുംബത്തെ നന്നായി ശ്രദ്ധിക്കുവാനും പരിപാലിക്കുവാനും ഭരിക്കുവാനും കഴിയണം. പൗലോസ് പറയുന്ന പോയിന്റ് ഇതാണ്. ഈ ചെറിയ ഒരു ഘടകമായ കുടുംബത്തെ, കുടുംബം എന്ന് പറയുന്നത് ഒരു ഏറ്റവും ചെറിയ യൂണിറ്റാണ്. അപ്പൊ സൊസൈറ്റിയിലെ ഒരു ചെറിയ യൂണിറ്റാണ് കുടുംബം. ആ കുടുംബം ഫലമേൽപ്പിച്ചിരിക്കുന്നത് ഭർത്താവിനെയാണ്. ആ ഭർത്താവ് ഇപ്പോൾ ഇടയനാണ്. അപ്പൊ അദ്ദേഹത്തിന് ആ കുടുംബത്തെ നന്നായി ഭരിക്കുവാൻ കഴിയത്തില്ലെങ്കിൽ, ഒരു ഇടയൻ എന്നുള്ള നിലയിൽ, ഒരു ഭരണകർത്താവ് എന്നുള്ള നിലയിൽ സഭയെ എങ്ങനെ ഭരിക്കും? ഒരു ചെറിയ യൂണിറ്റിനെ നിയന്ത്രിക്കുവാൻ കഴിയാത്ത ഒരു വ്യക്തിക്ക് എങ്ങനെ ഒരു വലിയ യൂണിറ്റിനെ നിയന്ത്രിക്കുവാൻ കഴിയും എന്നാണ് പൗലോസ് ചോദിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സഭയെ എന്ത് ചെയ്യണം? നന്നായി സ്വന്തം കുടുംബത്തെ ഭരിപ്പാൻ അറിയാത്തവൻ ദൈവസഭയെ എങ്ങനെ പരിപാലിക്കും? പിന്നീട് പറഞ്ഞിരിക്കുന്ന കാര്യം, പുതിയ ശിഷ്യനരുത്. ലീഡർഷിപ്പിൽ പുതിയ ശിഷ്യന്മാരരുത്. നിഗളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കാൻ പുതിയ ശിഷ്യനും അരുത്. പുതിയ ശിഷ്യനും അരുത്. ഒരാളിന്റെ പ്രായവും പക്വതയും ദൈവകൃപയും ഒക്കെ അന്വേഷിച്ചു വേണം ഒരു വ്യക്തിയെ ഇടയ ശുശ്രൂഷയെ. ചിലയിടങ്ങളിലൊക്കെ ഈ ദൈവദാസന്മാര് വിദേശത്തോട്ടൊക്കെ പോകുമ്പോൾ 1 മാസം ചിലപ്പം ആ സഭയിലൊരു ഇളവ് വരും. 1, 2 മാസത്തേക്ക് അമേരിക്കയിലോട്ടോ ഗൾഫിലോട്ടോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലോട്ടോ ഒക്കെ ദേവദാസന്മാർക്ക് പോകേണ്ടി വരുമ്പോൾ ചിലപ്പോൾ അദ്ദേഹം തന്നെ വേറൊരു ആളിനെ അവിടെ ആക്കും, അല്ലെങ്കിൽ സഭാ നേതൃത്വം മറ്റൊരാളിനെ അവിടേക്ക് അയക്കും. പലപ്പോഴും സംഭവിക്കുന്നത് എന്താ? പലപ്പോഴും സംഭവിക്കുന്നത് ഈ മനുഷ്യൻ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്കും സഭ ഒരു പരുവമായി. ഈ ഇളയ ശിഷ്യനായ വ്യക്തി ഒരു കൂട്ടം പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്കറിയാവുന്ന ഒരു സഭ, എനിക്ക് അറിയാവുന്ന ഒരു ദൈവദാസൻ, അദ്ദേഹം പോയപ്പോൾ ഒരു വ്യക്തിയെ അവിടെ ആക്കിയിട്ടാണ് പോയത്. 2 മാസത്തേക്ക് അദ്ദേഹത്തെ അവിടെ ആക്കിയ ശേഷം പോയി. പുതിയതായിട്ട് അവിടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയ വ്യക്തി അത്ര പുതിയ ആളൊന്നുമല്ല, എന്നാൽ ചെറുപ്പക്കാരൻ. പക്ഷെ അദ്ദേഹം സഭയുടെ പാസ്റ്റർ വിദേശത്തു നിന്നും ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ സഭക്കാർ പറഞ്ഞു, പാസ്റ്ററെ പാഴ്സനേജിൽ നിന്ന് അങ്ങ് മാറ, ഞങ്ങൾക്ക് ഈ പാസ്റ്ററെ മതി. അങ്ങനെയുണ്ട്. അപ്പം ആ പുതിയ ശിഷ്യൻ അവരെ എല്ലാം വശീകരിച്ച് കയ്യിലാക്കി. അദ്ദേഹം അവിടെ വളരെ സമ്മതനായി. മറ്റേ പാസ്റ്ററെ കുറിച്ചുള്ള താല്പര്യം അവർക്ക് നഷ്ടപ്പെട്ടു. അതിങ്ങനെ ഈ മാറ്റമൊക്കെ വരുന്നതിനെ കുറിച്ചാണ്. അല്ലാതെ തന്നെ പുതിയ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ, പുതിയ വേലസ്ഥലങ്ങളൊക്കെ ചെയ്യുമ്പോഴൊക്കെ, അതുകൊണ്ടാണ് ഈ പരമ്പരാഗത സഭകൾ, പ്രത്യേകിച്ച് ഓർത്തഡോക്സ് സഭയിലൊക്കെ ഒരു ചർച്ചിന്റെ പൂർണ്ണ ചുമതല ഒരു വ്യക്തിക്ക് കൊടുക്കണമെങ്കിൽ അവർ ചെയ്യുന്നത്, ആശ്രമത്തിലെ ദയറാകളിലൊക്കെ അവരെന്ത് ചെയ്യും? സീനിയർ ശുശ്രൂഷകന്റെ കൂടെ നിന്നാണ് ശുശ്രൂഷ പഠിക്കുന്നത്.
കഠിനമായ ധ്യാനം, പ്രാർത്ഥനാ മുറകൾ, ആത്മീക ശിക്ഷണം, ഇതെല്ലാം അവർക്കുണ്ട്. അതിനുശേഷം ശുശ്രൂഷയിൽ ഒരു വലിയ പരിശീലനം സീനിയർ വൈദികന്റെ കൂടെ നിന്ന് അവര് പരിശീലിക്കും. അങ്ങനെ അവര് വളരെ സമർത്ഥമായിട്ട് കുർബാന ചൊല്ലാനും കൂദാശ ചെയ്യാനും ഒക്കെ പ്രാപ്തരായി എന്ന് കാണുമ്പോഴാണ് പൂർണ്ണ പട്ടത്വം കൊടുക്കുന്നത്, കശീശ പട്ടത്വം കൊടുക്കുന്നത്. അപ്പൊ നമ്മെ സംബന്ധിച്ച് പലപ്പോഴും നമ്മുടെ ആളുകൾ അത്ര പ്രാപ്തരല്ല. നമ്മുടെ സഭകൾ വളരെ ചെറുതാണ്. പലപ്പോഴും പഠിച്ചിറങ്ങുന്ന ആളുകൾക്ക് പെട്ടെന്ന് തന്നെ ഒരു സഭ കൊടുക്കേണ്ട ആവശ്യം വരും. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ പുതിയ ആളുകളെ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷെ ദൈവവചനത്തിൽ പൗലോസ് പറയുന്നത് പുതിയ ആളുകൾക്ക് നിഗളം ഉണ്ടാവും, ചെറുപ്പത്തിന്റെ നിഗളം. അതന്നെയല്ല പിശാചിന് വന്ന ശിക്ഷാവിധി പോലെ അവര് കുഴപ്പങ്ങളിൽ ചെന്ന് ചാടും. അപ്പൊ അങ്ങനെയുള്ള കാര്യത്തിൽ ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു അപ്പോയിന്റ്മെന്റ്, ഒരു ചർച്ചിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഒരാൾക്ക് കൊടുക്കുമ്പോൾ ആ വ്യക്തി നിഗളിക്കാത്തവനും പിശാചിനാൽ വഞ്ചിക്കപ്പെടാത്തവനും സഭയെ നശിപ്പിക്കാത്തവനും ഒക്കെ ആയിരിക്കണം. അതുകൊണ്ട് പുതിയ ശിഷ്യനെ അരുത്. ഒരുപക്ഷെങ്കിൽ ഈ പൗലോസ് ഇത് എഴുതുന്ന സമയത്തെ സാഹചര്യത്തിൽ ഒരുപാട് കാലങ്ങളൊന്നും ആയിട്ടില്ലല്ലോ സഭയുണ്ടായി. പക്ഷെ നല്ല പരിശീലനം ലഭിച്ച, ഉപദേശിപ്പാൻ സമർത്ഥരായിട്ടുള്ള ആളുകളെ മാത്രമേ മൂപ്പന്മാരായിട്ട് സഭകളിൽ ആക്കി വെക്കാവൂ എന്നുള്ള ആ ഒരു നിർദ്ദേശമാണ് തിമോത്തിയോസിന് നൽകുന്നത്. അവസാനമായിട്ട് മൂന്നിന്റെ 7-ാമത്തെ വാക്യം, നിന്നയിലും പിശാചിന്റെ കണിയിലും കുടുങ്ങാതിരിപ്പാൻ പുറമെയുള്ളവരോട് നല്ല സാക്ഷ്യം പ്രാപിച്ചവരായിരിക്കും. പുറമെയുള്ളവരോട് നല്ല സാക്ഷ്യം പ്രാപിച്ചവൻ ആയിരിക്കണം. സമൂഹത്തിൽ എല്ലാ മതസ്ഥരുടെയും ഇടയിൽ, എല്ലാ വിഭാഗം ആളുകളുടെയും ഒരു ദൈവ വേലക്കാരൻ, ദൈവമനുഷ്യൻ എന്നുള്ള നിലയിൽ അവരുടെ ബഹുമാനവും ആദരവും ലഭിക്കത്തക്ക രീതിയിലുള്ള സാക്ഷ്യമുള്ളവനായിരിക്കും. അപ്പൊ സമൂഹത്തോടുള്ള ഇടപാടുകളിൽ പോലും വളരെ ശ്രദ്ധിക്കുന്ന വ്യക്തിയായിരിക്കണം. അപ്പൊ പുറമെയുള്ള മനുഷ്യരോട് കൂടെ നല്ല സാക്ഷ്യം പ്രാപിക്കണം. സഭയിൽ നല്ല സാക്ഷ്യമുള്ള ആളുകൾക്ക് പുറമെ നല്ല സാക്ഷ്യം കാണത്തില്ല. അവരുടെ ഇടപാടുകളിലൊക്കെ വലിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ പുറമെയുള്ള ആളുകളോടും നല്ല സാക്ഷ്യം പ്രാപിക്കണം. അവരോട് ഇടപെടാനൊക്കെ കഴിയുന്ന, നല്ല സ്വഭാവത്തോടു കൂടി അവരോട് പെരുമാറാൻ കഴിയുന്ന ആളുകളായിരിക്കും. പലപ്പോഴും ഈ സഭയിലെ പാസ്റ്റർ സമൂഹത്തിലുള്ള പലരോടും ഇടപെടാറില്ലെന്നുള്ളതാണ് നമ്മുടെ ഒരു പലയിടങ്ങളിൽ. സമൂഹത്തിലുള്ള ആളുകളോടൊന്നും അങ്ങനെ ഇടപെടാറില്ല. കാരണം നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പെന്തക്കോസ്തുകാരല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല, അവരോട് കൂടുതൽ സഹകരിക്കാൻ പോകുന്നു. എന്റെ ചിന്തയിൽ ആ ഒരു രീതി വ്യത്യാസപ്പെടും. സമൂഹത്തിലുള്ള എല്ലാവരോടും ഇടപെടുവാൻ കഴിയുന്ന ഒരു വ്യക്തിയായിരിക്കണം. അതുകൊണ്ട് ഉപദേശം വിട്ട് മോശമായ ആചാരങ്ങളിലേക്കൊക്കെ പോകണമെന്നുള്ളതല്ല. അനീഷ് കാവാലം പാസ്റ്റർ പറയുന്നത് പോലെ പാസ്റ്റർ ഓണത്തിന് ഊഞ്ഞാലേ കയറിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു അദ്ദേഹം പ്രസംഗിക്കാറുണ്ട്. സമൂഹത്തിലോട്ട് ഇടപെടണമെന്നുള്ള രീതിയിൽ ഓണം വരുമ്പോൾ ഊഞ്ഞാലാടാനും അങ്ങനെയുള്ള കാര്യങ്ങൾ, തുമ്പിലുള്ളാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയും. എല്ലാവരോടും സൗഹാർദ്ദപരമായിട്ട് ഇടപെടുക, അവരുടെ ക്ഷേമങ്ങളൊക്കെ അന്വേഷിച്ച് എന്തുകൊണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കുന്നത് തന്നെ നമുക്ക് അവരോടുള്ള ഒരു കൺസേൺ. എല്ലാവരും നമ്മുടെ സഭയിലേക്ക് വന്നു എന്ന് വരത്തില്ല, പക്ഷെങ്കിൽ ആ സുവിശേഷത്തിന്റെ വെളിച്ചം അവർക്ക് നമ്മുടെ ഇടപാടുകളിലൂടെ നൽകാൻ കഴിയും. അപ്പോൾ ഈ 10-15 കാര്യങ്ങളാണ് 3-ാം അധ്യായത്തിൽ ഇടയ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയുടെ സ്വഭാവ ഗുണത്തെ പറ്റി പറയുന്നു. അതിനുശേഷം പറയുന്നത് ഒരു ഡീക്കന്റെ യോഗ്യതകളാണ്. 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ഒരു ഡീക്കന്റെ യോഗ്യതകളാണ്. ഈ ഡീക്കന്റെ യോഗ്യതകളും ഇതുപോലെ തന്നെയാണ്.
സഭയുടെ ശുശ്രൂഷകന്മാരായിട്ട് ഇടയനോടൊപ്പം ശുശ്രൂഷയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളുകൾ. അപ്പൊ ഇവരായിരിക്കും സഭയുടെ സാമ്പത്തിക കാര്യങ്ങൾ നോക്കുന്നത്, ഇവരായിരിക്കും ഭക്ഷണ കാര്യങ്ങൾ നോക്കുന്നത്, ഇവരായിരിക്കും സ്നാന ശുശ്രൂഷയിൽ സഹായിക്കുന്നത്, ഇവരായിരിക്കും കർത്തൃമേശയിൽ സഹായിക്കുന്നത്. അതിനുവേണ്ടിയാണ്. അപ്പൊ അതിനുവേണ്ടിയാണ് ഈ നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞു ഒരു കമ്മിറ്റിയാണ് അല്ലെ, ഒരു കമ്മിറ്റിയാണ്, സെക്രട്ടറി, ട്രഷറർ, കമ്മിറ്റി അംഗങ്ങൾ, അങ്ങനെയാണ് തരുന്നത്. പക്ഷെ ഒരിക്കലും ഈ സെക്രട്ടറി, ട്രഷറർ, കമ്മിറ്റി അംഗങ്ങൾ എന്ന് പറയുന്നത് സഭയെ ഭരിക്കുന്നതിന് വേണ്ടിയാണ്. സഭാഭരണം ഇടയനെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഇടയന്റെ ശുശ്രൂഷയെ സഹായിക്കുക എന്നുള്ളതാണ് ഈ ശുശ്രൂഷകന്മാരുടെ ഉത്തരവാദിത്വം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പൊ കമ്മിറ്റി ആണെങ്കിലും കൗൺസിൽ ആണെങ്കിലും മറ്റേത് സംവിധാനം ആണെങ്കിലും ഇന്ന് ആളുകൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയത്തില്ല. അതുകൊണ്ടാണ് സഭയെ സമർത്ഥമായ രീതിയിൽ പഠിപ്പിക്കണം എന്ന് പറയുന്നത്. ഈ കമ്മിറ്റി ആയി, ഒരു സെക്രട്ടറി ആയി, ട്രഷററായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരുടെയും ചിന്ത പാസ്റ്ററെയൊക്കെ ഭരിക്കാനുള്ള ഒരു അധികാരമാണ് ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ സഭയിൽ ഈ കമ്മിറ്റിക്കാരും ശുശ്രൂഷകന്മാരും തമ്മിൽ സംഘർഷമുള്ള ഇടങ്ങളും അതൊരിക്കലും പാടില്ല. ഒരുമിച്ചുള്ള ഒരു ശുശ്രൂഷയിൽ ഈ കൗൺസിൽ എന്ന് പറയുന്നത് ശുശ്രൂഷകനോട് ചേർന്ന് നിന്ന് അദ്ദേഹത്തിന്റെ ശുശ്രൂഷയെ സഹായിക്കുകയാണ്. അപ്പൊ അതിനുവേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികൾ, ഞാൻ പറഞ്ഞില്ലയോ, ഒരു സഭയുടെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജനറൽ ബോഡി കൂടിയിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ ആരെങ്കിലും ഒരു പേര് വിളിച്ചു പറയും, ആ പേര് വിളിച്ചു പറയുമ്പോൾ ഒരാൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം സെക്രട്ടറി ആയി. എല്ലാ സ്ഥാനത്തേക്കും അങ്ങനെയാണ്. പക്ഷെ അതിനു മുമ്പ് സഭയ്ക്കൊരു ബോധ്യമുണ്ടായിരിക്കണം, ഈ സ്ഥാനത്തേക്ക് വരുന്ന വ്യക്തികൾ ഒരു ഇടയനെ പോലെ തന്നെ, ഒരു അധ്യക്ഷനെ പോലെ തന്നെ യോഗ്യതയുള്ളവരായിരിക്കണം. അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവർ കനശാലികളായിരിക്കണം, മാന്യതയുള്ളവരായിരിക്കണം, ഇരുവാക്കില്ലാത്തവനായിരിക്കണം, പരമാർത്ഥിയായിരിക്കണം, മദ്യപനായിരിക്കരുത്, ദുർമോഹിയും ദ്രവ്യാഗ്രഹിയും ആയിരിക്കരുത്, ശുദ്ധമനസാക്ഷിയുള്ളവനായിരിക്കണം, അനിന്ദ്യനായിരിക്കണം, സഭയുടെ മറ്റ് ശുശ്രൂഷകളിലൊക്കെ അനിന്ദ്യനായി പ്രവർത്തിക്കുന്നവനായിരിക്കണം, വിശ്വസ്തയായ ഭാര്യ ഉണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ കുടുംബത്തെ നന്നായി പുലർത്തുന്നവനും ഭാര്യയോട് വിശ്വസ്തത പുലർത്തുന്നവനും കുടുംബജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നവനുമായിരിക്കണം. ഭാര്യയോട് വിശ്വസ്തനായിരിക്കണം, സ്വന്തം മക്കളെയും കുടുംബത്തെയും നന്നായി ഭരിക്കുന്നവനുമായിരിക്കണം. അപ്പോൾ ഒരു ഇടയന്റെ എല്ലാ യോഗ്യതകളും ആർക്കുമുണ്ട്? ഒരു ഡീക്കൻ അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകനും ഉണ്ട്. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും ഇവരുടെ യോഗ്യതകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് സംശയകരമായിട്ടുള്ള മറ്റു ചില, അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻ വേണ്ടിയ മറ്റു ചില ഏരിയ ഉണ്ട്. ഞാൻ അതും കൂടെ ഒന്ന് പറയാം. അത് നമുക്ക് ബ്രേക്ക് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഇടയന്മാർക്കുള്ള മോറൽ ക്വാളിഫിക്കേഷൻസ്, ധാർമ്മിക യോഗ്യതകൾ, അതിനെക്കുറിച്ച് ഞാൻ ഒരു കുറച്ച് കാര്യങ്ങൾ കൂടെ പറഞ്ഞതിന് ശേഷം നമുക്ക് മുമ്പോട്ട് പോകാം. ഇപ്പോൾ നമുക്കൊരു 5 minutes ബ്രേക്കിന്റെ സമയമാണ്. 5 minutes കഴിയുമ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം. സാറേ മ്യൂട്ടാണ് സാറേ, മ്യൂട്ടാണ്. സാറേ മ്യൂട്ടാണ്, സാറ് മ്യൂട്ടാണ്, സാറ് മ്യൂട്ടാണ്. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇടയന്മാർക്കുള്ള ധാർമ്മിക യോഗ്യതകൾ.
മോറൽ റെസ്പോൺസിബിലിറ്റീസ്. നമ്മൾ പഠിച്ച ഭാഗത്ത് ഇതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഒരു കാര്യം പ്രത്യേകമായിട്ട് ചിന്തിക്കാനുള്ള കാരണം, ഇങ്ങനെയുള്ള ഒരു 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 ഭാഗം പ്രസിദ്ധമായ ടീച്ചേഴ്സ് കമന്ററിക്കകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അപ്പൊ ഞാനത് നോട്ടിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ആ ഭാഗം കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യുന്നു, കുറച്ച് കാര്യങ്ങൾ. അത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. കാരണം ഇടയന്മാരുടെ യോഗ്യതകളെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ നമുക്ക് ന്യായമായിട്ടും ധാർമ്മികമായ വിഷയങ്ങളിൽ ഉണ്ടാകാവുന്ന ചില സംശയങ്ങൾക്കുള്ള ക്ലാരിഫിക്കേഷനോട് നമുക്ക് ഇതിനകത്ത് ലഭിക്കും. അപ്പൊ അത് നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ഈ 15 കാര്യങ്ങൾ ഉൾപ്പെടുന്നു. അവര് അധ്യക്ഷസ്ഥാനം കാക്ഷിക്കുന്നെങ്കിൽ നല്ല വില ആഗ്രഹിക്കുന്നു, യോഗ്യമായ കാര്യമാണ്. അദ്ദേഹം നിരപവാദ്യനായിരിക്കണം, ഏകഭാര്യയുടെ ഭർത്താവ്, നിർമ്മതൻ, ജിതേന്ദ്രിയൻ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്തുള്ളതാണ്. അപ്പൊ ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഒരു വ്യക്തി അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുമ്പോൾ അധ്യക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് സഭയുടെ ഓവർസിയർ അല്ലെങ്കിൽ പ്രസിഡന്റ് എന്നുള്ള അർത്ഥം മാത്രമല്ല, ലോക്കൽ ചർച്ചിന്റെ, പ്രാദേശിക സഭയുടെ ഇടയൻ എന്നുള്ള അർത്ഥവും കൂടിയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ സഭയോ സഭാ നേതൃത്വമോ ഒരിക്കലും ഒരു ഇടയനെ നിയോഗിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ താല്പര്യം, ഒരാൾക്ക് സഭാ ശുശ്രൂഷ ചെയ്യാൻ വലിയ ആഗ്രഹമുണ്ട്, ഇഷ്ടമാണ്, അദ്ദേഹത്തിന് നല്ല വിദ്യാഭ്യാസമുണ്ട്, ആത്മാക്കളെ കുറിച്ചുള്ള ഭാരമുണ്ട്, പിന്നെ നല്ല ദർശനമുണ്ട്, സഭയെ എങ്ങനെ വളർത്തിക്കൊണ്ട് വരണം എന്നുള്ള കാര്യത്തിൽ വലിയ ദർശനമുണ്ട്, അദ്ദേഹത്തിന് ദൈവ വിളിയും ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കാര്യങ്ങളെ മാത്രം അടിസ്ഥാനപ്പെടുത്തി, ഇതൊക്കെ സഭാ ശുശ്രൂഷകന്റെ യോഗ്യതയാണ്, എന്നാൽ ഈ കാര്യങ്ങളെ മാത്രം അടിസ്ഥാനപ്പെടുത്തി ഒരു വ്യക്തിയെ സഭാ നേതൃത്വത്തിലേക്ക് അല്ലെങ്കിൽ ഇടയ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരുവാൻ പാടില്ല. അതിന് കാരണം ഇത് ദൈവികമായിട്ടുള്ള ഒരു സ്ഥാനമാകയാൽ ദൈവം വെച്ചിരിക്കുന്ന മാനദണ്ഡങ്ങളിൽ നിലനിൽക്കുന്ന വ്യക്തിയായിരിക്കും. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ആഗ്രഹമുണ്ട് സഭാ പാസ്റ്ററാവാൻ, അതിനുള്ള വിദ്യാഭ്യാസമുണ്ട്, അതിനുള്ള കഴിവുണ്ട് എന്നുള്ളത് മാത്രം ഒരു ഇടയ ശുശ്രൂഷയുടെ യോഗ്യതയല്ല. ഇന്ന് പല സഭകളും ശുശ്രൂഷകന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി പരസ്യം കൊടുക്കാറുണ്ട്, അറിയിപ്പ് കൊടുക്കാറുണ്ട്. അപ്പൊ അറിയിപ്പ് കൊടുക്കുമ്പോൾ ഇപ്പം കാനഡയിലോ ഓസ്ട്രേലിയയിലോ അമേരിക്കയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തോ നോർത്ത് ഇന്ത്യയിലോ ഒക്കെ ഒരു ശുശ്രൂഷകനെ ആവശ്യമുണ്ടെങ്കിൽ അവർ പറയുന്ന ചില മാനദണ്ഡങ്ങളുണ്ട്. അത് വളരെ നല്ല കാര്യങ്ങളാണ്. തിയോളജിക്കൽ വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം, കുറഞ്ഞത് 10 വർഷമെങ്കിലും സഭാ ശുശ്രൂഷ ചെയ്തിരിക്കണം, ഭാഷ ഇംഗ്ലീഷും ഹിന്ദിയും മലയാളവും അറിയാവുന്ന ആളായിരിക്കണം, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അതല്ലാതെ മറ്റൊന്നും നമുക്ക് പബ്ലിക്കിൽ അങ്ങനെ പറയാൻ ഒക്കത്തില്ല. എന്നാൽ ഇവിടെ പറയുന്ന, ദൈവവചനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ 10-ാമത്തെ വാക്യത്തിൽ 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം, ശുശ്രൂഷ വേണ്ടി ആക്കി വെക്കുന്ന ആളുകളെ അവരെ ആദ്യം പരീക്ഷിക്കണം. പുതുതായി ഒരാളിനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പരമേൽപ്പിക്കുമ്പോൾ തിമോത്തിയോസിനോട് പറയുകയാണ്, അങ്ങനെയുള്ള ആളുകളെ, ശുശ്രൂഷകന്മാരെ എന്ത് ചെയ്യണം? പരീക്ഷിക്കണം, ആദ്യം പരീക്ഷിക്കണം. എന്തുവാ പരീക്ഷിക്കുന്നേ? അവരുടെ ആത്മീയ യോഗ്യതകൾ, ദൈവത്തോടുള്ള വിശ്വസ്തത, അവരുടെ ഇന്റഗ്രിറ്റി, അവരുടെ ഫെയ്ത്ത്ഫുൾനെസ്, ഇതെല്ലാം പരിശോധിച്ച ശേഷം
അനിന്ദ്യരായി കണ്ടാൽ അവർ ശുശ്രൂഷ ഏൽക്കട്ടെ. അപ്പോൾ ഇതൊരു ഇന്റർവ്യൂ കൊണ്ടോ കുറച്ച് സർട്ടിഫിക്കറ്റുകൾ കണ്ടതുകൊണ്ടോ ഒന്നും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് ഒരുപക്ഷെ ആദിമസഭയിലൊക്കെ ശുശ്രൂഷകന്മാരെ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവന്നത് അപ്പോസ്തലന്മാർ തന്നോടൊപ്പം ആളുകളെ ഇങ്ങനെ കൊണ്ടുപോവുകയായിരുന്നു. അതുകൊണ്ടാണല്ലോ മർക്കോസിനെ ഇടയ്ക്ക് വെച്ച് തിരിച്ചു പോയത് കൊണ്ട് പിന്നീട് പൗലോസ് കൂടെ വരാൻ പോലും അനുവദിച്ചില്ല. ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് പോയത് നമുക്കറിയാമത്. ബർന്നബാസാണ് പിന്നീട് അദ്ദേഹത്തെ കൊണ്ടുപോയി പരിശീലിപ്പിച്ചൊക്കെ ഒരു ശുശ്രൂഷകനാക്കി കൊണ്ടുവരുന്നു. തിമോത്തിയോസിനെയും അങ്ങനെയായിരുന്നു പൗലോസിനോടൊപ്പം സഞ്ചരിപ്പിച്ചു. ശീലാസ് അങ്ങനെയായിരുന്നു, തീത്തോസ് അങ്ങനെയായിരുന്നു. അപ്പൊ ഇതെല്ലാം നാം കാണിക്കുന്നത് ഒരു പരിശീലന കാലഘട്ടം, ഒരു പ്രൊബേഷൻ പീരീഡ് അവർക്കുണ്ടാവണം. അപ്പൊ അവരെ പരീക്ഷിക്കണം. ചില മിഷണറി സംഘടനകൾ മിഷണറിമാരായിട്ട് ആളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ ചിലപ്പോൾ അവരെ ചില കാര്യങ്ങൾ പറഞ്ഞ് പരീക്ഷിക്കും, അവർ നിലനിൽക്കുമോ എന്നറിയാമോ. ചിലപ്പോൾ അവരോട് പറയും 3 മാസം ഞങ്ങൾ സപ്പോർട്ട് തരത്തില്ല, പ്രാർത്ഥിച്ച് എന്ത് ചെയ്യണം, ശുശ്രൂഷ ചെയ്യണം. അത് കൊടുക്കാതിരിക്കാൻ വേണ്ടിയല്ല പറയുന്നത്, ബ്രദറെ വയ്ക്കോ, ഇന്ന ഗ്രാമത്തിലോട്ട് വയ്ക്കൂ, വാടകയ്ക്കുള്ള വീട് കണ്ടുപിടിക്ക്, വാടകയ്ക്കുള്ള പൈസയൊക്കെ തരാം, പക്ഷെ 3 മാസത്തേക്ക് നിങ്ങൾക്ക് സപ്പോർട്ട് തരത്തില്ല, നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കണം. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഈ ഭൗതികമായ കാര്യം മാത്രം കാണുന്ന ഒരാളാണെങ്കിൽ എന്ത് ചെയ്യും, അത് പറ്റത്തില്ല. അപ്പൊ ഈ സഭാ നേതൃത്വത്തിൽ നിന്നും ദൈവകൃപയുള്ള ചില ആളുകൾ പരീക്ഷിക്കുന്നതിന് വേണ്ടി ചില ചോദ്യങ്ങൾ ചെയ്യും. അത് അവരങ്ങനെ ചെയ്യാൻ വേണ്ടിയല്ല, അതൊരു ഒരു പരീക്ഷണമാണ്. ഞങ്ങൾ ന്യൂ ഇന്ത്യ ബൈബിൾ കോളേജിൽ പഠിക്കാൻ ചെന്നപ്പോൾ അത് പലർക്കും അനുഭവം ഉണ്ട്. അവിടെ പണ്ട് എബ്രഹാം മാത്യു എന്ന് പറയുന്ന ഒരു രജിസ്ട്രാർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലീഡർഷിപ്പ് കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പം എനിക്കുണ്ടായ അനുഭവം പോലെ തന്നെ മറ്റു പലർക്കും ഉണ്ടായിന്ന് പിന്നീട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ പഠിക്കാൻ ചെന്നപ്പോൾ ഞാൻ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പുള്ള സമയത്ത് ഞാൻ ഇന്റർവ്യൂവിന് ചെല്ലുന്ന അദ്ദേഹത്തിന്റെ വീട്ടിലാണ്. കാരണം കോളേജ് അടച്ചു കഴിഞ്ഞിട്ടാണ് എനിക്ക് ഇന്റർവ്യൂ. ഞാൻ അന്ന് ബാംഗ്ലൂരിലായിരുന്നു. അവിടുന്ന് തിരിച്ച് വന്ന ശേഷം ഇന്റർവ്യൂവിന് മൈലപ്രായിലുള്ള പത്തനംതിട്ടയിലുള്ള അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഇന്റർവ്യൂവിന് വേണ്ടി ചെല്ലുന്നത്. അതിനുശേഷം പിന്നെ കോളേജ് വന്നിട്ട് മറ്റുള്ളവരെയൊക്കെ ഇന്റർവ്യൂ ചെയ്തു. എബ്രഹാം സാറ് കാര്യങ്ങൾ ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് പഠിക്കണം, മറിച്ച് എന്നല്ല, ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവസാനം ചോദിച്ചൊരു ചോദ്യം നമ്മളെ ഒന്ന് കുരുക്കിലാക്കാൻ വേണ്ടി ചോദിക്കുന്നു. പെൺപിള്ളേരുടെ കൂടി ഇരുന്ന് പഠിക്കാനാണോ ഇഷ്ടം, ആൺപിള്ളേർ തന്നെയുള്ള ക്ലാസ്സിൽ ഇരിക്കാനാണോ ഇഷ്ടം? നമുക്ക് എങ്ങനെയും അഡ്മിഷൻ കിട്ടണമല്ലോ. അപ്പൊ ഈ ചോദ്യം കേട്ടാൽ സ്വാഭാവികമായിട്ടും ആളുകൾ എന്താ പറയും, ആൺപിള്ളേർ തന്നെയുള്ള ക്ലാസ് ഇരുന്നാൽ മതി, കാരണം നമ്മളിങ്ങനെ പെൺപിള്ളേരെ ഒന്നും നോക്കത്തില്ല, അങ്ങനെയുള്ള സ്വഭാവം ഒന്നും ഇല്ല എന്നുള്ളത് അവരെ ധരിപ്പിക്കാൻ വേണ്ടി പെട്ടെന്ന് ആൺപിള്ളേരെല്ലാം പറയും ആൺപിള്ളേരുള്ള ക്ലാസ്സിൽ മതി. ഉടനെ ചോദിച്ചു അതെന്നാ പെൺപിള്ളേരോട് ഇഷ്ടമല്ല? അപ്പൊ ഇഷ്ടമാണെന്നും പറയാനൊക്കത്തില്ല, ഇഷ്ടമല്ലെന്നും പറയാനോ. അല്ല, അങ്ങനെയൊന്നും ഇല്ല, അങ്ങനെ പറയും. പക്ഷെ ഞങ്ങളുടെ കോളേജിൽ ഒരു പ്രശ്നമുണ്ടല്ലോ, അവിടെ ആൺപിള്ളേരും പെൺപിള്ളേരും കൂടെയുള്ള ക്ലാസ്സേ ഉള്ളൂ, അപ്പം ബ്രദറിന് പഠിക്കാനൊക്കത്തില്ലല്ലോ. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ ഇതുപോലെയുള്ള ഇന്റർവ്യൂസ്, നമ്മളൊരു കാര്യം പറയുകയും ആ കാര്യം കൊണ്ട് തന്നെ നമ്മളെ എന്ത് ചെയ്യും, കുഴപ്പത്തിലാക്കുകയും ചെയ്യുന്ന ചില ഇന്റർവ്യൂസ് ഒക്കെ ഉണ്ട്. അതിനുശേഷം അദ്ദേഹം ചിരിച്ചിട്ട് പറഞ്ഞു കുഴപ്പമില്ല, ക്ലാസ്സിന് പോരാൻ പറഞ്ഞു. പിന്നീട് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് മിക്ക ആളുകളോടും ഇങ്ങനെയുള്ള ചോദ്യം പെൺപിള്ളേരോടും ചോദിച്ചിട്ടുണ്ട്. ആൺപിള്ളേരുള്ള ക്ലാസ് ഇരിക്കാനാണോ ഇഷ്ടം, പെൺപിള്ളേരുള്ള ക്ലാസ് മാത്രം ഇരിക്കാനാണോ ഇഷ്ടം? അപ്പം പെൺപിള്ളേർ പറയും പെൺപിള്ളേരുള്ള ക്ലാസ് മനസ്സിലാവും.
അതെന്നെ ആമ്പിള്ളേരെ ഇഷ്ടമല്ല, നീ എന്നെ കല്യാണം കഴിക്കത്തില്ല. അപ്പൊ തിരിച്ച് ചോദിച്ചു. അപ്പം അത് യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിനെ ഒന്ന് രൂപപ്പെടുത്തിയെടുക്കാൻ ചോദിക്കുന്നത്. പിന്നീട് പല കാര്യങ്ങളും ചോദിക്കും. ഇത് കഴിഞ്ഞിട്ട് എന്തോ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, വെറുതെ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി വന്നതാണോ, ഇങ്ങനെയൊക്കെയുള്ള പരീക്ഷണങ്ങളുണ്ടാകും. അപ്പോൾ ഒരു ശുശ്രൂഷകനെ തിരഞ്ഞെടുക്കുമ്പോൾ അവന്റെ യോഗ്യത എന്ന് പറയുന്നത് ബൈബിൾ കോളേജിൽ പഠിക്കുന്നതല്ല അവന്റെ യോഗ്യത. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. പണ്ട് കാലങ്ങളിൽ ബൈബിൾ കോളേജിൽ പഠിക്കുന്നത് എന്തിനു വേണ്ടിയായിരുന്നു? ശുശ്രൂഷയ്ക്ക് വേണ്ടിയായിരുന്നു. ശുശ്രൂഷയ്ക്ക് വേണ്ടി തന്നെയായിരുന്നു ബൈബിൾ കോളേജിലൊക്കെ പോയി പഠിക്കുന്നത്. മിഷണറി ആയിട്ട് പോകാനൊക്കെയുള്ള ആഗ്രഹത്തോടു കൂടിയാണ്, സമർപ്പണത്തോടു കൂടി. ഇന്നങ്ങനെയല്ല. ഇന്ന് ബൈബിൾ കോളേജിൽ പഠിക്കുന്ന എല്ലാവരും ശുശ്രൂഷയ്ക്ക് വിളിയുള്ളവരല്ല. ശുശ്രൂഷയ്ക്ക് വിളിയില്ലാതെ അക്കാഡമിക്കായിട്ട് വളരെ ഉന്നതയിൽ നിൽക്കുന്ന ആളുകളുണ്ട്. കേരളത്തിലെ പ്രശസ്തമായ ഒരു കോളേജിൽ നല്ല വിദ്യാഭ്യാസം ചെയ്ത ഒരു വ്യക്തി BD ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് അദ്ദേഹം വലിയൊരു രാഷ്ട്രീയക്കാരനായിട്ട്, സലാംപൂരിന്റെ കോഴ്സൊക്കെ പഠിച്ചതാണ്. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ സഭാ ശുശ്രൂഷയോ മിഷണറി പ്രവർത്തനങ്ങളോ ഒന്നും അദ്ദേഹത്തിന് താല്പര്യമില്ല. സോഷ്യൽ അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടിയുള്ള ഒരു 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 മനുഷ്യനായിട്ടാണ്. ഞാൻ ബാംഗ്ലൂർ UTCയുടെ കോളേജിൽ ഒരിക്കൽ സന്ദർശനത്തിന് വേണ്ടി പോയി. അവിടെ ചെന്ന സമയത്ത് അപ്പം ഞങ്ങളുടെ ഒരു അധ്യാപകൻ അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഉപരിപഠനത്തിന് വേണ്ടി പോയതാണ്. അദ്ദേഹം ഇങ്ങനെ കോളേജെല്ലാം കൊണ്ട് കാണിച്ച കൂട്ടത്തിൽ ഒരു വ്യക്തിയെ കാണിച്ചു. ഭയങ്കര പഠിത്തമാണ്. പറഞ്ഞു, ഇന്നാരാണ്, ഇന്ന സ്ഥലക്കാരനാണ്, അവനെ നോക്കണ്ട, ഞാൻ അവനെ കുറിച്ച് പറയാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ട് പോയ ശേഷം പറഞ്ഞു, അവനൊരു പാസ്റ്ററുടെ മോനാണ്, ഇവിടെ MGCന് പഠിക്കുകയാണ്, ഭയങ്കര മിടുക്കനാണ്. പക്ഷെങ്കിൽ പഠിത്തം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ അവൻ വെളിയിലിറങ്ങി ഒരു അരക്കുപ്പി മേടിച്ചടിക്കും. വെളിയിലാണ് താമസിക്കും. MTC പഠിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല. ദൈവത്തെക്കുറിച്ചും ദൈവശാസ്ത്രവും ഒക്കെ വളരെ പോയിന്റ് അറിയാം. പിന്നെ അവന് മറ്റുള്ള ഒത്തിരി കൂട്ടുകെട്ടും സ്വഭാവങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം വെറുതെ ഒരു സെക്കുലർ സ്റ്റഡി പോലെ ഇതിനെ കാണുന്ന ആളുകളുമുണ്ട്. അപ്പം ബൈബിൾ കോളേജിലെ പഠനമോ ഡിഗ്രി പഠിച്ചത് കൊണ്ടോ കാണാൻ കൊള്ളാമെന്നുള്ളത് കൊണ്ടോ കുടുംബ പാരമ്പര്യം ഉള്ളത് കൊണ്ടോ ഭാഷ അറിയാമെന്നുള്ളത് കൊണ്ട് ഇതൊന്നുമല്ല ശുശ്രൂഷയുടെ യോഗ്യത. ശുശ്രൂഷയുടെ യോഗ്യത എന്ന് പറയുന്നത് ദൈവത്തിന്റെ മാനദണ്ഡം അനുസരിച്ച് ശുശ്രൂഷയിൽ നിലനിൽക്കുവാൻ കഴിയുന്നവനാണോ എന്ന് പരിശോധിക്കണം. അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ദൈവം വെച്ചിരിക്കുന്ന നിബന്ധനകൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നിബന്ധനകളാണ്. അതിൽ നിന്ന് വ്യത്യാസം വരുത്തുവാൻ ഒരു വ്യക്തിക്കും സാധ്യമല്ല. അങ്ങനെ അയവ് വരുത്തുവാൻ പാടില്ല. ശുശ്രൂഷാ മാനദണ്ഡങ്ങളിൽ അയവ് വരുത്തുവാൻ ഒരു വ്യക്തിക്ക് സാധ്യമല്ല. കാരണം ശുശ്രൂഷാ മാനദണ്ഡങ്ങൾ പരിശുദ്ധാത്മാവിനാൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ മാനദണ്ഡങ്ങളായിരിക്കണം ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെടുന്നതിന്റെ ഏറ്റവും പ്രധാനമായ വസ്തുത എന്നുള്ള കാര്യം മനസ്സിലാക്കണം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ മേൽവിചാരകന്മാരുടെ അല്ലെങ്കിൽ ഈ ലീഡേഴ്സിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ അവരുടെ യോഗ്യത എന്ന് പറയുന്നത്, ആ മാനദണ്ഡം എന്ന് പറയുന്നത് ഫിസിക്കലായിട്ടുള്ള മാനദണ്ഡത്തെ കുറിച്ചല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അത് മോറൽ ആൻഡ് സ്പിരിച്വൽ ക്വാളിറ്റീസ്, ധാർമ്മികവും ആത്മികവുമായ ക്വാളിഫിക്കേഷൻസ്. അതാണ് പ്രധാനം. ധാർമ്മികവും ആത്മികവുമായ യോഗ്യതകളാണ് ഒരു ശുശ്രൂഷകനെ എന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെടുന്നതിന്റെ മാനദണ്ഡമായി നാം കാണേണ്ടത്. അപ്പൊ അവരുടെ വ്യക്തിത്വമോ പ്രസംഗത്തിനുള്ള ശേഷിയോ ഭരിക്കാനുള്ള കഴിവോ അവരുടെ അക്കാഡമിക്കായിട്ടുള്ള യോഗ്യതയോ ഒന്നുമല്ല. അവയൊക്കെ അഡീഷണലാണ്. അതൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്.
അപ്പൊ യോഗ്യതകളുടെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് അവരുടെ ആത്മീയതയാണ്. ധാർമ്മികതയും ആത്മീയതയുമാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യത. അതുകൊണ്ടാണ് ആദ്യം പരീക്ഷിക്കണം, ഒരു പ്രൊബേഷൻ കൊടുക്കണം, ഒരു പ്രൊബേഷണൽ പീരീഡ് ഉണ്ടായിരിക്കണം. ആ കാലഘട്ടത്തിൽ കൊള്ളാവുന്നവനായി കണ്ടാൽ, അനിന്ദനായി കണ്ടാൽ അവൻ ശുശ്രൂഷ ഏൽക്കട്ടെ എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഒരു ക്രിസ്തീയ നേതാവ് വിശ്വാസികൾക്ക് മാതൃകയായി, വിശ്വാസ സമൂഹത്തിന് മാതൃകയായിരിക്കും. നാലാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്, വാക്കിലും നടപ്പിലും നിർമ്മലത, വിശ്വാസത്തിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. അപ്പം അനുകരിക്കുവാൻ കൊള്ളാവുന്ന ഒരു മാതൃക ഒരു ശുശ്രൂഷകൻ ഉണ്ടായിരിക്കണം. അനുകരിക്കുവാൻ കൊള്ളാവുന്ന ഒരു മാതൃക ഒരു ശുശ്രൂഷകന് ഉണ്ടായിരിക്കണം. അതിൽ തന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, അപ്പൊ നമ്മളെല്ലാവരും ഒരു ശുശ്രൂഷ ഏൽക്കുമ്പോൾ എന്ത് ചെയ്യും? സഭയെ പഠിപ്പിക്കും, സഭയെ ദൈവവചനം പഠിപ്പിക്കും. നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, സഭാജനങ്ങൾ വചനം പഠിക്കുന്നത് നമ്മുടെ പ്രസംഗത്തിൽ നിന്ന് മാത്രമല്ല, മറിച്ച് നമ്മുടെ ജീവിത മാതൃകയിൽ നിന്ന്. പ്രാർത്ഥനയെക്കുറിച്ച് 1 മണിക്കൂറോ 2 മണിക്കൂറോ പ്രസംഗിക്കാം. പക്ഷെ പ്രാർത്ഥിച്ച് വിടുതൽ പ്രാപിച്ച ഒരു അനുഭവമുള്ള ഒരു ദൈവദാസനാണെങ്കിൽ ആ പ്രസംഗത്തെക്കാൾ വലുത് അദ്ദേഹത്തിന്റെ സാക്ഷ്യമാണ്, അദ്ദേഹത്തിന്റെ ആ മാതൃകയാണ്. അപ്പൊ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ തന്റെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ, ആ പഠിപ്പിച്ച കാര്യങ്ങളല്ല സഭ പഠിക്കുന്നത്, മറിച്ച് ശുശ്രൂഷകരിൽ ഇല്ലാതിരിക്കുന്ന വൈകല്യത്തെക്കുറിച്ചാണ് അവർ കൂടുതൽ ചിന്തിക്കുന്നത്. അപ്പൊ പറയുന്ന കാര്യങ്ങളിൽ ജീവിതത്തോട് ചേർത്ത് നിർത്തുവാൻ, അത് നമ്മുടെ അനുഭവമായിരിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ വിശ്വാസികൾ വചനം പഠിക്കത്തില്ല. അപ്പൊ വിശ്വാസ ജീവിതത്തിന്റെ ഒരു ഉദാഹരണമായിട്ട് ഓരോ ശുശ്രൂഷകനും മാറണം. അപ്പോഴാണ് സഭയ്ക്ക് അത് പ്രയോജനം ചെയ്യുന്ന രീതിയിലേക്ക് വരുന്നത്. അപ്പം യഥാർത്ഥ ദൈവഭക്തി, യഥാർത്ഥ വിശ്വാസം, അത് ശുശ്രൂഷകനിൽ നിന്നാണ് വിശ്വാസികൾ പഠിക്കേണ്ടത്. പിന്നീട് കുടുംബ ബന്ധങ്ങളെ കുറിച്ചും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതുകൂടെ പറഞ്ഞ് ഞാൻ ഈ ഒരു പോർഷൻ നിർത്താം. നമ്മളിവിടെ വായിച്ച വേദഭാഗത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം ഒന്നുകൂടെ നോക്കാം. ഏറ്റവും മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് 10-ാമത്തെ വാക്യം തന്നെ. അതിൻ്റെ അവരെ എന്ത് ചെയ്യണം? അവരെ ആദ്യം പരീക്ഷിക്കണം, അനിന്ദരായി കണ്ടാൽ അവർ ശുശ്രൂഷ ഏൽക്കട്ടെ. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ യോഗ്യതകൾ ഇല്ലാതെ വരുമ്പോൾ, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ
ഒരു ശുശ്രൂഷകൻ ഗുരുതരമായ പാപത്തിൽ അകപ്പെട്ട, ഗുരുതരമായ ലംഘനങ്ങളിൽ അകപ്പെട്ട ആ വ്യക്തി പ്രാദേശിക സഭയുടെ ഏതെങ്കിലും നേതൃത്വ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം സ്വയം അയോഗ്യനാവുകയാണ്. ധാർമ്മികമായ ലംഘനങ്ങൾ ഒരു വ്യക്തിയെ സ്വയം അയോഗ്യനാക്കുകയാണ്. അങ്ങനെ ഒരു വ്യക്തി പാപത്തിൽ അകപ്പെട്ടു, ലംഘനത്തിൽ അകപ്പെട്ടു, അദ്ദേഹം കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞു എന്നിരിക്കട്ടെ. ഈ വിഷയത്തിൽ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇപ്പൊ സാമ്പത്തികമായ ക്രമക്കേട് ഒരാൾ കാണിച്ചു, അല്ലെങ്കിൽ സ്ത്രീകളുമായിട്ടുള്ള ബന്ധത്തിൽ പാപം ചെയ്തു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇന്ന് സഭകളിൽ ചിലയിടങ്ങളിലൊക്കെ നടക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ കാര്യം, അങ്ങനെയുള്ള ഒരു ധാർമ്മികമായ നിയമലംഘനം ഒരു ശുശ്രൂഷകനിൽ നിന്ന്, ഒരു ഇടയനിൽ നിന്ന് ഉണ്ടായാൽ അദ്ദേഹം തുടർന്ന് ആ ശുശ്രൂഷ ചെയ്യുവാനുള്ള പ്രാഗൽഭ്യത്തിൽ നിന്ന്, അല്ലെങ്കിൽ അതിന്റെ നിയോഗത്തിൽ നിന്നും സ്വയം അയോഗ്യനായി. അതാണ് നിയോജനം പറയുന്നത്. അനിന്ദ്യനാണെങ്കിൽ മാത്രം ശുശ്രൂഷ ഏൽക്കട്ടെ, അനിന്ദ്യനല്ലെങ്കിൽ ശുശ്രൂഷ ഏൽക്കുവാൻ പാടില്ല. അങ്ങനെ വരുന്നത് കൊണ്ട്, അങ്ങനെ ഒരു പാപം തെളിയിക്കപ്പെടുകയും ശുശ്രൂഷയിൽ നിന്ന് അയോഗ്യനാവുകയും ചെയ്തു, അദ്ദേഹം സ്വയം അയോഗ്യനാകുകയും ചെയ്തു എന്നുള്ളത് കൊണ്ട് ആ വ്യക്തി എന്നേക്കുമായി ഉപേക്ഷിക്കപ്പെടുകയോ നഷ്ടപ്പെടുകയോ ചെയ്യുകയല്ല. ഇന്ന് പലപ്പോഴും ഒരു തെറ്റിലകപ്പെടുന്ന വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ തല്ലിക്കൊല്ലും. സോഷ്യൽ മീഡിയയിൽ കൂടെയും വാക്കുകളിൽ കൂടെയും അപവാദങ്ങളിലൂടെയും വലിച്ചു കീറി അദ്ദേഹത്തെ എന്ത് ചെയ്യും? തല്ലിക്കൊല്ലും. അപ്പൊ ആ വാശിക്ക് അദ്ദേഹം എന്ത് ചെയ്യും? വേറെ എവിടെയെങ്കിലും പോയി ശുശ്രൂഷ ഏൽക്കും. പാപത്തിന് പരിഹാരം വരുത്താതെ, താൻ ചെയ്ത തെറ്റുകൾക്ക് അനുരഞ്ജനം ഉണ്ടാകാതെ വാശിയുടെ പുറത്ത് മറ്റൊരു ശുശ്രൂഷ ചെയ്യുക. അതല്ല അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. സഭ മനസ്സിലാക്കണം, ഒരു വ്യക്തി ഒരു തെറ്റിലകപ്പെട്ടാൽ അദ്ദേഹം ശുശ്രൂഷയിൽ അയോഗ്യനായി തീരുന്നു. ഒരുപക്ഷെ ശുശ്രൂഷയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന അനുഭവം ഉണ്ടാകും. എന്നാൽ അതിന്റെ അർത്ഥം ആ വ്യക്തിക്ക് ഇനി ഒരിക്കലും രക്ഷയില്ല എന്നുള്ളതല്ല. അങ്ങനെയുള്ള ആളുകൾ അനുദപിക്കുമ്പോൾ, അവർ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ, അവരുടെ തെറ്റുകൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അനുദപിക്കുവാനും മടങ്ങി വരുവാനും തയ്യാറാകുമ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അവരോട് ക്ഷമിക്കും, തീർച്ചയായും ക്ഷമിക്കും. പക്ഷെ അങ്ങനെ ക്ഷമ ലഭിച്ചാലും, അതാണ് ഇവിടുത്തെ പ്രശ്നം, ക്ഷമ ലഭിച്ചാൽ സഭ പിന്നെന്ത് ചെയ്യാൻ പാടില്ല? അവരെ വീണ്ടും കുറ്റാരോപിതരായി ഇങ്ങനെ മുൾമുനയിൽ നിർത്തുവാൻ പാടില്ല. ദൈവസന്നിധിയിലും ദൈവസഭയുടെ മുമ്പാകെയും അവർ അനുദപിച്ച് അവരുടെ ജീവിതത്തെ യഥാസ്ഥാനപ്പെടുത്തി മുമ്പോട്ട് പോകുവാൻ തയ്യാറായാൽ സഭയിലുള്ള കൂട്ടായ്മകളിലും സഭാബന്ധങ്ങളിലും അവരെ ചേർത്ത് നിർത്തണം. പക്ഷെ ശുശ്രൂഷ ചെയ്യുവാനുള്ള പ്രാഗൽഭ്യം അവർക്ക് ഇല്ലാതെയാകുന്നു, അവർ അയോഗ്യരാണ്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അനുസരിക്കുവാൻ ആളുകൾ തയ്യാറല്ല എന്നുള്ളത്. അപ്പോൾ ഇവിടെ മറ്റൊരു ചോദ്യം ഉണ്ടാകാനുള്ള സാധ്യത,
അവരെ ശുശ്രൂഷ ഏൽപ്പിച്ചാൽ എന്താണ് കുഴപ്പം? തെറ്റ് ചെയ്തു, അതായത് ഗുരുതരമായ തെറ്റ് ചെയ്തു, അവര് ക്ഷമ ചോദിക്കുകയും ചെയ്തു. ദൈവം അവരോട് ക്ഷമിച്ചു, അവരുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടു, അവരെ യഥാസ്ഥാനപ്പെട്ടു. അങ്ങനെ യഥാസ്ഥാനപ്പെട്ടാലും അവരുടെ മേലുള്ള കളങ്കം മാറുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഒരു ശുശ്രൂഷകൻ തന്റെ ജീവിതത്തിൽ അനിന്ദ്യനായിരിക്കണമെന്ന് പറയാനുള്ള കാരണം, നിരപവാദ്യനായിരിക്കണമെന്ന് പറയാനുള്ള കാരണം അതാണ്. ഇപ്പൊ ലൈംഗികമായിട്ടുള്ള ഏതെങ്കിലും ഒരു തെറ്റായ കാര്യത്തിൽ പിടിക്കപ്പെട്ട ഒരു വ്യക്തി മടങ്ങി വന്ന് റെസ്റ്റോർ ചെയ്ത് പാപങ്ങൾ ക്ഷമിക്കപ്പെട്ട് ക്ഷമ ചോദിച്ച് കരഞ്ഞ് അനുദപിച്ചൊക്കെ വന്നാലും ആ വ്യക്തിയുടെ മേലുള്ള കളങ്കം മാറുന്നില്ല. ആ അപവാദം എപ്പോഴും നിലനിൽക്കുകയാണ്. ദൈവം ക്ഷമിച്ചു, ലോക്കൽ സഭയും ക്ഷമിച്ചു, പക്ഷെ ആ അപവാദം നിലനിൽക്കുകയാണ്. അത് ജീവിതകാലം മുഴുവനും പിന്തുടരുന്ന ഒരു പ്രശ്നമായിട്ട് തരും. അപ്പൊ ഇവിടെ ന്യായമായിട്ടും ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യമുണ്ട്. ക്ഷമിക്കപ്പെട്ടാലും ശുശ്രൂഷ ഏൽക്കുന്നതിന് എന്താണ് തടസ്സം? അപ്പൊ അതിന് ഉദാഹരണമായിട്ട് ചില ആളുകൾ ഉന്നയിക്കുന്ന ചോദ്യം, ദാവീദ് പാപം ചെയ്തു. ദാവീദ് പാപം ചെയ്തു. ദാവീദ് ലീഡർഷിപ്പിലുള്ള ആളാണ്. ദാവീദ് ഇസ്രായേലിന്റെ രാജാവാണ്. ഇസ്രായേലിന്റെ രാജാവായ ദാവീദ് പാപം ചെയ്തു. വ്യഭിചാരവും കൊലപാതകവും, രണ്ട് ഗുരുതരമായ പാപങ്ങൾ അദ്ദേഹത്തിനുണ്ടായി. പക്ഷെ അതിനുശേഷം ഇസ്രായേലിന്റെ രാജാവായിട്ട് അദ്ദേഹം തുടർന്നു. അദ്ദേഹം അനുദപിച്ചു, മടങ്ങി വന്നു. അതൊക്കെ നമുക്കറിയാവുന്ന സംഭവം. പക്ഷെ ദാവീദ് ഇസ്രായേലിന്റെ രാജാവായി തുടർന്നില്ലയോ എന്ന് നമുക്ക് ന്യായമായിട്ട് ചോദിക്കും. ദാവീദ് മാത്രമല്ല, നാം നോക്കുമ്പോൾ ഇസ്രായേലിൽ ഉണ്ടായിരുന്ന അധാർമികമായി ജീവിച്ചിരുന്ന പല രാജാക്കന്മാരെയും ദൈവം രാജാവായിട്ട് തുടരുവാൻ അനുവദിച്ചിരുന്നു. എത്രയോ ദുഷ്ടന്മാരായ രാജാക്കന്മാർ, അവരെയൊക്കെ രാജാക്കന്മാരായിട്ട് തുടരുവാൻ ദൈവം അനുവദിച്ചു. പാപം ചെയ്ത ദാവീദിനെ രാജാവായി തുടരുവാൻ ദൈവം അനുവദിച്ചു. പക്ഷെ അവന്റെ പാപം അവന്റെ ജീവിതകാലം മുഴുവൻ അവനെ പിന്തുടർന്നു എന്നുള്ളതാണ്. അവന്റെ ജീവിതകാലം മുഴുവൻ അവനെ പിന്തുടർന്നു. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, പുതിയ നിയമസഭയിലായിരുന്നെങ്കിൽ ദാവീദിന് നേതൃത്വ സ്ഥാനത്ത് തുടരാൻ യോഗ്യത ഉണ്ടാകുമായിരുന്നില്ല. ദാവീദ് ഇസ്രായേലിന്റെ നേതാവായിരുന്നു, പഴയ നിയമ കാലഘട്ടത്തിലെ അംഗീകരിക്കപ്പെട്ട രാജാവായിരുന്നു. കാര്യമൊക്കെ ശരിയാണ്. പുതിയ നിയമത്തിന്റെ മാനദണ്ഡം അനുസരിച്ചാണെങ്കിൽ ദാവീദിന് ഒരു പാസ്റ്ററാകാനോ ഓവർസിയറാകാനോ ഒരു ഡീക്കനാകാനോ സാധ്യമല്ല. കാരണം പഴയ നിയമത്തിന്റെ ധാർമ്മിക നിലവാരത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു നിലവാരമാണ് പുതിയ നിയമസഭയ്ക്ക് കർത്താവ് നൽകിയിരിക്കുന്നത്. പാപം ചെയ്ത ദാവീദിനെയും ദുഷ്ടന്മാരായ ഇസ്രായേലിലെ രാജാക്കന്മാരെയും രാജാക്കന്മാരായിട്ട് തുടരുവാൻ ദൈവം അനുവദിച്ചു എന്നുള്ളത് സത്യമാണെങ്കിലും, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ കർത്താവിന്റെ സഭയുടെ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം പഴയ നിയമ കാലഘട്ടത്തെക്കാൾ ഉന്നതമായ മാനദണ്ഡങ്ങളും ധാർമ്മിക നിയമങ്ങളുമാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇസ്രായേലിന്റെ ധാർമ്മികതയല്ല പുതിയ നിയമസഭയുടെ ധാർമ്മികത. അതുകൊണ്ട് അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ ആ ദൈവ വെളിപ്പാടിനാൽ മുമ്പോട്ട് വച്ച ധാർമ്മികതയും ആത്മീയ യോഗ്യതയും
ഒരു നീതിയുള്ള, യോഗ്യതയുള്ള ഒരു മേൽവിചാരകൻ അല്ലെങ്കിൽ അധ്യക്ഷൻ എന്നുള്ള പദവിയിലേക്ക് ഒരു വ്യക്തി വരുന്നതിന് ദൈവം അപ്പോസ്തലന്മാരിലൂടെ വെളിപ്പെടുത്തി വെച്ച യോഗ്യതകൾക്ക് യാതൊരു വ്യത്യാസവും വരുത്തുവാൻ പാടില്ല. അതുകൊണ്ട് സഭ എപ്പോഴും ശ്രദ്ധിക്കേണ്ട, സഭ ലോക്കൽ സഭയായാലും ഒരു ഓർഗനൈസേഷനായിട്ടുള്ള മുഴുവനായിട്ടുള്ള സഭയായാലും നേതാക്കളിൽ ആഗ്രഹിക്കേണ്ടത് വിശുദ്ധിയുടെ ഉയർന്ന നിലവാരം, ദൈവഭക്തി, ദൈവവചനത്തോടുള്ള വിശ്വസ്തത. അല്ലാതെ അവർക്ക് എന്തോ സ്വാധീനമുണ്ട്, എന്തോ രാഷ്ട്രീയ സ്വാധീനമുണ്ട്, എന്തോ വിദ്യാഭ്യാസമുണ്ട്, അല്ലെങ്കിൽ ഇന്നാരുടെ മകനാണ്, അങ്ങനെയൊന്നുമുള്ള പരിഗണന, അങ്ങനെയുള്ള പരിഗണനകളിലൊക്കെ ധാരാളം ആളുകൾ നേതൃത്വത്തിലേക്ക് വരുന്നു. ഇപ്പോൾ പിന്നെ കൂടുതൽ വോട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നേതാവാകാം, അങ്ങനെയൊക്കെയുള്ള രീതിയിലേക്ക് വന്നത്. പക്ഷേ ദൈവത്തിന്റെ സഭയിൽ നേതൃത്വ സ്ഥാനത്തേക്ക്, ശുശ്രൂഷ രംഗത്തേക്ക് വരുന്ന ആളുകൾ വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായി ജീവിക്കുന്ന, വചനത്തോട് വിശ്വസ്തതയുള്ള, വിശുദ്ധിയോടെ നിൽക്കുവാനും ആത്മിക ധാർമ്മിക നിലവാരം പുലർത്തുവാനും കഴിവുള്ള, സമർപ്പണമുള്ള വ്യക്തികളായിരിക്കണം. അവരുടെ ജീവിതത്തിൽ ഒരു വലിയ ലംഘനവും പരാജയവും വന്നു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവനും അതൊരു റിമാർക്കായിട്ട് കിടക്കും. അവരോട് ദൈവം ക്ഷമിച്ചു, സഭ ക്ഷമിച്ചു എങ്കിലും അവരുടെ ജീവിതത്തിൽ അത് എപ്പോഴും അവരെ അലട്ടുന്ന ഒരു കറുത്ത പാടായിട്ട് അതുണ്ടായിരിക്കും. അതുകൊണ്ട് ജീവിതത്തെ എപ്പോഴും നിർമ്മലതയിൽ സൂക്ഷിക്കുവാൻ ഒരു ഇടയൻ ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെയുള്ളവരെ പരീക്ഷിച്ചറിഞ്ഞു വേണം ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരുവാൻ. അതിന്റെ 4-ാമത്തെ അധ്യായം മുതൽ 6-ാമത്തെ അധ്യായം വരെയുള്ള ഭാഗങ്ങളിൽ, തിമോത്തിയോസിന്റെ 1-ാം ലേഖനം 4 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിൽ വിശ്വാസത്തിന്റെ നല്ല പോരാളിയായിരിക്കുവാൻ വേണ്ടി തിമോത്തിയോസിനെ ഓർമ്മിപ്പിക്കുന്നു. 4 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിൽ ഇടയന്മാര് വിശ്വാസത്തിന്റെ നല്ല പോരാളികളായിരിക്കണം, പോർ പൊരുതുന്നവർ ആയിരിക്കണം. നാലാം അധ്യായത്തിൽ പൗലോസ്, ഒരുപക്ഷെ പൗലോസിന് ശേഷം, തിമോത്തിയോസിന് ശേഷവും സഭയ്ക്ക് നേരിടാൻ സാധ്യതയുള്ള ഒരു വലിയ അപകടത്തെക്കുറിച്ചുള്ള സൂചനയും കൂടെ നൽകുന്നു. എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് പോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായി പറയുന്നു. അപ്പൊ ഒരു പ്രവാചക ശുശ്രൂഷയുടെ ആത്മാവിൽ തന്റെ ശുശ്രൂഷയുടെയൊക്കെ കാലശേഷം സഭയ്ക്ക് സംഭവിക്കാൻ പോകുന്ന അപകടത്തെക്കുറിച്ചുള്ള സൂചനയാണ് വിശ്വാസത്യാഗം സംഭവിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ജാഗ്രതയോടുകൂടി സഭയാ നേതൃത്വത്തിൽ മുന്നോട്ട് പോകണം എന്നാണ് 6 മുതലുള്ള വാക്യങ്ങളിൽ പഠിപ്പിക്കുന്നത്. വളരെ ജാഗ്രതയോടുകൂടി മുമ്പോട്ട് പോകണം, സഭയെ പഠിപ്പിക്കണം, ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിരിക്കുക. സതുപദേശത്തിന്, വിശ്വാസത്തിന്റെയും സതുപദേശത്തിന്റെയും വചനത്താൽ പോഷണം ലഭിച്ച് ക്രിസ്തുവേശു ഒരു നല്ല ശുശ്രൂഷകനാകും. ഭക്തിവിരുദ്ധമായ കിഴിവിക്കഥകൾക്കും ഇത് ഒഴിച്ച് ദൈവഭക്തിക്ക് തക്കവണ്ണം അഭ്യാസം ചെയ്യുക. അപ്പം ഇത് ഒരു നല്ല പരിശീലനം ലഭിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തോട് പറയുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, നീ വായനയിലുറ്റിരിക്കണം, പ്രബോധനത്തിലുറ്റിരിക്കണം, ഉപദേശത്തിലുറ്റിരിക്കണം. 4:12 മുതൽ 16 വരെ, ഞാൻ വരുവോളം വായന, പ്രബോധനം, ഉപദേശം എന്നിവയിൽ ശ്രദ്ധിക്കുക. റീഡിങ്, വായന, തിരുവെഴുത്തുകളുടെ വായന. വായനയിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഇൻഫർമേഷന്, ധാരാളം വിവരങ്ങൾ ലഭിക്കുന്നു. പ്രബോധനം എന്ന് പറയുന്നത് അതിന്റെ അടുത്ത പടിയാണ്.
പ്രബോധനം എന്ന് പറയുന്നത് കുറച്ചും കൂടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ഉപദേശങ്ങളാണ്. അത് നമ്മുടെ ജീവിതത്തെ പ്രോത്സാഹിപ്പിക്കുകയും പ്രായോഗികമായിട്ട് സഹായിക്കുകയും ചെയ്യുന്ന ഉപദേശം എന്ന് പറയുന്നത് ഈ ഇൻഫർമേഷന്റെയും ഈ ആപ്ലിക്കേഷന്റെയും വെളിച്ചത്തിലുള്ള ഇന്റർപ്രിട്ടേഷന്. ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു വ്യാഖ്യാനമാണ്, ഇന്റർപ്രിട്ടേഷനാണ്. അതിലൂടെയാണ് ദർശനങ്ങൾ, ദൈവശാസ്ത്രങ്ങൾ, ഉപദേശങ്ങൾ ഇവയൊക്കെ രൂപപ്പെടുന്നത്. അപ്പൊ ഈ 3 കാര്യത്തിലും ശ്രദ്ധ കൊടുക്കുക. വായനയിലും പ്രബോധനത്തിലും ഉപദേശത്തിലും ശ്രദ്ധ കൊടുക്കുവാൻ പറയുന്നു. അവയോടൊപ്പം തന്നിലുള്ള കൃപാവരത്തെ വിശ്വസ്തയോടെ ഉപയോഗിക്കണം. ദൈവത്തിന്റെ കൈവെപ്പ്, പൗലോസിന്റെ കൈവെപ്പിനാൽ ലഭിച്ച കൃപാവരങ്ങളെ, പകർന്നു കിട്ടിയ കൃപാവരങ്ങളെ വിശ്വസ്തയോടെ ഉപയോഗിക്കണമെന്നും തിമോത്തിയോസിനോട് പറയുകയാണ്. 5-ാം അധ്യായം മുതൽ ഉള്ള ഭാഗത്ത് മറ്റുള്ളവരോടുള്ള ബന്ധത്തെ കുറിച്ചാണ് പറയുന്നത്. മറ്റുള്ളവരോടുള്ള ബന്ധം അത് പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളാണ്. മൂത്തവനെ ഭത്സിക്കാതെ അപ്പനെ പോലെ, ഇടയവനെ സഹോദരന്മാരെ പോലെ കാണണം, അല്ലെ? അങ്ങനെയെല്ലാം പറഞ്ഞ് മനുഷ്യ ബന്ധങ്ങളെ കുറിച്ച്, മറ്റുള്ളവരുള്ള സാമൂഹിക ഇടപാടുകളെ കുറിച്ച് നമ്മൾ എങ്ങനെയായിരിക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിതാവിനോട് എങ്ങനെയായിരിക്കണം, മാതാവിനോട് എങ്ങനെയായിരിക്കണം, സഹോദരിയോട് എങ്ങനെയായിരിക്കണം, സഹോദരന്മാരോട് എങ്ങനെയായിരിക്കണം, വിധവമാരോട് എങ്ങനെയായിരിക്കണം, മൂപ്പന്മാരോട്, അടിമകളോട്, ഇങ്ങനെയുള്ള എല്ലാ ആളുകളോടുള്ള ബന്ധത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. 6-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ വിശ്വാസത്തിന്റെ നല്ല ഒരു പോരാളിയായി നിലകൊള്ളുവാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വിശ്വാസത്തിന് നല്ല പോർ പൊരുതുക എന്നുള്ളതാണ് അതിനകത്തെ പ്രധാനപ്പെട്ട പ്രബോധനം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഈ പ്രായോഗികമായ കാര്യങ്ങൾ ആണ് പിന്നീട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ആ വസ്തുതകളെല്ലാം പറഞ്ഞ് ഒരു നല്ല ശുശ്രൂഷകന് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ, ശുശ്രൂഷ രംഗത്ത് പാലിക്കേണ്ടതായ മാർഗനിർദ്ദേശങ്ങൾ വളരെ സവിസ്തരമായിട്ട് പ്രതിപാദിക്കുന്ന ഒരു ഭാഗമാണ് ഇതിന്റെ 4 മുതൽ 6 വരെയുള്ള ഭാഗങ്ങൾ. അതിനകത്തുനിന്ന് ഒരുപാട് വിഷയങ്ങൾ നമുക്ക് വായിച്ച് പഠിക്കുക. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളെയും ബാധിക്കുന്ന കാര്യമായിട്ട് നമുക്കതിനെ കാണുവാൻ കഴിയും. അപ്പോൾ ഇത്രയും ഭാഗം നമുക്ക് 1-ാമത്തെ ലേഖനത്തിൽ നിന്ന് പഠിച്ചാൽ മതി. ഇത് വളരെ വിശദമായിട്ട് പഠിക്കേണ്ട ഭാഗങ്ങളാണ്. എന്നെങ്കിലും നമുക്ക് അതിനുള്ള ഒരു സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ആ ഇടയന്മാരുടെ, ശുശ്രൂഷകന്മാരുടെയൊക്കെ യോഗ്യതകളെ കുറിച്ചുള്ള കാര്യം അല്പം കൂടെ പ്രാധാന്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് ഒരു ഔട്ട്ലൈനായിട്ട് മാത്രമേ ചിന്തിക്കാൻ കഴിഞ്ഞുള്ളൂ. തിമോത്തിയോസിന്റെ 2-ാമത്തെ ലേഖനം അതുപോലെ തീത്തോസിന്റെ ലേഖനം, അതിനെക്കുറിച്ചുള്ള കുറച്ച് വളരെ സംക്ഷിപ്തമായ ഒരു പഠനം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അടുത്ത ക്ലാസ്സോടുകൂടി നമ്മുടെ ഇടയലേഖനങ്ങളുടെ പഠനം നമുക്ക് അവസാനിപ്പിക്കാം. അടുത്ത ആഴ്ചയും കൂടെ ഉള്ളൂ നമുക്ക് ഈ ഒരു വിഷയത്തിന്റെ ക്ലാസ്. അപ്പൊ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടോ? ഇല്ല സാറേ, വളരെ വ്യക്തമായിട്ട് സാർ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എന്തോ? വളരെ വ്യക്തമായിട്ട് സാർ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഓക്കെ. പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ഞാനൊരു സമ്മറി ആയിട്ടുള്ള ഒരു നോട്ട് എൻ്റെ കൈവശം ഉണ്ട്. അത് ഞാൻ അടുത്ത ക്ലാസ് കഴിയുമ്പോൾ
ഞാൻ അതിന്റെ PDF ഇട്ട് തരാം. അത് നിങ്ങൾക്ക് ഒരു രൂപരേഖ മാത്രമാണ്. ഒരു ഗൈഡ് ലൈൻ കിട്ടും. ഈ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെ കുറിച്ചൊക്കെയുള്ള ഒരു ഏകദേശ ഐഡിയ കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം.